അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ റോയ് ജോർജ് ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. സാധാരണ നമ്മെപ്പോലെ ഒരാളായി അദ്ദേഹം ഈ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ പിന്നത്തേതിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അരയ്ക്ക് താഴെ തളർന്നു പോയി, അതിനോടനുബന്ധിച്ച് രണ്ട് കാലിനും സ്വാധീനമില്ലാതെ ജീവിതം നയിക്കുന്ന ഒരു ആളാണ് കർത്താവിൻ്റെ ദാസൻ റോയ് ജോർജ്. ഈ വീഡിയോയിൽ ഒരുപക്ഷെങ്കിൽ നമുക്കത് അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നുകയില്ല. അതുകൊണ്ട് പ്രേക്ഷകർ ആ ഒരു നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ദൈവദാസൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം ശ്രോതാക്കളെ ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അദ്ദേഹം തന്നെ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാനിടയായിത്തീരും. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായി സംസാരിക്കുന്നതിന് കർത്താവിൻ്റെ ദാസൻ റോയ് ജോർജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ ദാസനെ. പ്രൈസ് ലോർഡ് വർഷം. എൻ്റെ പേര് റോയ് ജോർജ് എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ വയലായിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. ഭാര്യ ലിസി റോയി, 2 പെൺമക്കളുണ്ട്, റൂബി റോയി, റിയ റോയി. രണ്ടുപേരും, ഒരാൾ 10 എഴുതിയിരിക്കുന്നു, ഒരാൾ 9 എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ, അരോമ ടി വി പ്രേക്ഷകർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം അരോമ ടി വിയിലേക്ക് എനിക്ക് ഒരിക്കൽ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരമായി തീർന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ഡാനിയൽ ജോൺ ഭാഷ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് റോയ് ജോർജ് എന്നാണ്. വയലായിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾ, പപ്പയുടെ പേര് ജോർജ് കുട്ടി, അമ്മയുടെ ചിന്നമ്മ. മാതാപിതാക്കളുടെ, എൻ്റെ പപ്പയുടെ വീട് കലയപുരത്തായിരുന്നു, അമ്മയുടെ വീട് ഏനാത്തായിരുന്നു. അങ്ങനെ ഏനാത്തിനടുത്ത് പുതുശ്ശേരി ഭാഗത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം. ഞാൻ ജനിക്കുന്നതൊക്കെ അവിടെയാണ്, വയലായ്ക്ക് തൊട്ടടുത്ത സ്ഥലം തന്നെയാണ്. അങ്ങനെ കൃപയാൽ ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ ആ ചെറുപ്രായത്തിലേക്ക് ഉള്ള ഒരു ഓർമ്മയും പറയുകയാണോ. ഒരു കുഴപ്പമില്ലാത്തവനായി സാധാരണ ഒരു വ്യക്തിയെ പോലെ ജനിച്ചു മുൻപോട്ട് വന്നു. ഏകദേശം 3 വയസ്സായപ്പോൾ എനിക്ക് എൻ്റെ കാലിന്റെ, വലത്തെ കാലിന്റെ ഇടത്തെ സൈഡിൽ ഒരു ചെറിയ ഞുണൽ പോലെ വന്ന് പഴുത്തു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ രോഗത്തിന്റെ തുടക്കം. ഞങ്ങൾ അന്നും ദൈവസഭയിൽ തന്നെയാണ്, പെന്തക്കോസ്ത് അനുഭവത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, ഞങ്ങൾ മൊത്തം 6 പേരാണ്. ഒരു ജ്യേഷ്ഠനുണ്ട്, 4 സഹോദരിമാർ. അതിനകത്ത് ഒരു സഹോദരി, എനിക്ക് നേരെ മൂത്ത സഹോദരി മരിച്ചുപോയി. ബാക്കി 3 പേരും കുടുംബസ്ഥരായിട്ട് കഴിയുന്നു. അവരെല്ലാം കുഴപ്പമില്ലാത്ത നിലയിൽ ദൈവം അവരെ നടത്തുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പോൾ ഞാൻ, എൻ്റെ കൂടെ പപ്പായും അമ്മയും ഉണ്ട്. ഞങ്ങൾ ആ കുടുംബത്തിൽ ഇങ്ങനെ കഴിയുന്നു. അപ്പൊ ഇങ്ങനെ ഈ ജീവിതത്തിന്റെ തുടക്കം, രോഗങ്ങളുടെ തുടക്കം ഇവിടെയാണ്. 3 വയസ്സിലാണ് എൻ്റെ അസുഖത്തിന്റെ ആരംഭം തുടങ്ങുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അന്നൊക്കെ ശരിക്കും രോഗശാന്തിയൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കാലിൽ വന്നതായ ഈ ഞൊണലം അത് വലിയ വേദനയായി മാറി. അന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ പോലും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് കാണിച്ചു. അവര് മരുന്നൊക്കെ തന്നിട്ടും ഈ പഴുപ്പിന്റെ അംശം മാറാത്തത് കൊണ്ട് അന്ന് അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരുന്ന ഡോക്ടർ സ്റ്റെല്ലാമിയാണ്. ആ ഡോക്ടർ എനിക്ക് ഒരു ഓപ്പറേഷന് വേണ്ടി നിർദ്ദേശിച്ചു. എന്ന് പറഞ്ഞാൽ ഈ പഴുപ്പ് എവിടെ നിന്നാ വരുന്നത്, ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചു. അവർ ഓപ്പറേഷന് ഡേറ്റ് നിശ്ചയിക്കുന്ന സമയം അന്ന് എനിക്ക് പനിയായിരിക്കും, ഓപ്പറേഷൻ നടക്കുന്നത്. അങ്ങനെ 2-3 തവണ മാറ്റി വെച്ചപ്പോൾ അവസാനം ഡോക്ടർ തന്നെ എന്തായാലും ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തു.
ശരിക്കും പറഞ്ഞ 2 ഓപ്പറേഷൻ ആ ഡോക്ടർ തന്നെ ആ കാലിൽ ചെയ്തിട്ടും ഈ പഴുപ്പിന്റെ ഉറവിടം എന്താ എവിടുന്നാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനം അവര് പറഞ്ഞൊരു കാര്യം ചെയ്യും, മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടാവും. അങ്ങനെ പപ്പായും അമ്മയും കൂടെ എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് അവരുടെ ബുദ്ധി തോന്നിയ ഒരു തോന്നല്, ഇഞ്ചക്ഷനും മരുന്നും തന്നുകൊണ്ട് ഈ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് അനങ്ങാതെ കിടക്കുമ്പോൾ പഴുപ്പ് മാറും എന്ന ചിന്ത കൊണ്ടായിരിക്കാം എന്റെ ഈ പഴുപ്പുള്ള കാല്, വേറെ ഒരു പ്രശ്നം കാലിനില്ലായിരുന്നു. ഈ കാലിന്റെ ഏണ് വരെ പ്ലാസ്റ്റർ ഇട്ട് വെച്ചു. എന്നാൽ ഈ മുറിവുള്ളവിടെ ഒന്ന് വെട്ടിയിടുക പോലും ചെയ്യാതെ പ്ലാസ്റ്റർ ഇട്ട് നീളത്തിലങ്ങ് വെച്ചു. അങ്ങനെ ഏതാണ്ട് 1 മാസം അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പൊ എന്റെ ശരീരത്തിന്റെ അവസ്ഥയും എന്റെ ക്ഷീണവും ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്റെ അമ്മ ആവശ്യപ്പെട്ടു ഈ ക്ലാസ് ഒന്ന് എടുക്കണം, കൊച്ചിന് ഭയങ്കര വേദനയുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല, അത് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അവര് വന്ന് ശരി എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ നഴ്സുമാര് വന്നിരുന്നു അറുത്തു കീറി എന്റെ കാലിന്റെ അവസ്ഥ കണ്ടപ്പോഴേ അവരിട്ടങ്ങ്, കാരണം തൊടാനൊക്കാത്ത നിലയിൽ കാലിന്റെ ഉള്ളു മുഴുവനും പഴുത്ത് ആ പുറത്തോട്ട് ഇറങ്ങുന്ന പഴുപ്പും അവിടെ കിടന്ന് മുഴുവനും വല്ലാത്തൊരവസ്ഥയായി. പിന്നീട് ഡോക്ടർ വന്ന് ഇതിനകത്തുനിന്ന് കാലെടുത്തു. മുഴുവൻ ഒരു വല്ലാത്ത അവസ്ഥയായി. മാത്രമല്ല അവിടെ സംഭവിച്ചത് ആ മുട്ടങ്ങ് ജോയിന്റ് ആയി. ഈ ഒറ്റ മാസം കൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്ന കാല് ജോയിന്റ് ആയി. പിന്നെ ആ മുട്ട് മടങ്ങാതെ. അങ്ങനെ അവര് വീണ്ടും ഇഞ്ചക്ഷൻ മരുന്നൊക്കെ തന്നിട്ട് അവര് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ മരുന്ന് തന്നെ കഴിച്ചാൽ മതി, നിങ്ങൾ വീണ്ടും അടൂർ കൊണ്ട് കാണിച്ചിട്ട് ഈ ഇഞ്ചക്ഷൻ എടുത്തോണ്ടാൽ മാത്രം മതി, ഇത് മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അതേ പടുതിയിൽ ഞങ്ങളെ വീട്ടിൽ വിടുകയായി. അങ്ങനെ വീട്ടിൽ വന്ന് ആ ദിവസം അടൂർ കൊണ്ടുപോയി പപ്പ ഇഞ്ചക്ഷൻ എടുപ്പിക്കുകയായിരുന്നു. അപ്പൊ വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് അങ്ങനെ സ്ഥിരമായ ജോലി ഇല്ലായെങ്കിലും എന്നാൽ മിലിറ്ററിയിലൊക്കെ ജോലിക്ക് പോയതാണ്, 7 വർഷം ജോലി ചെയ്തതാണ്. പക്ഷെ എന്റെ ഈ രോഗമൊക്കെ കാരണം അതൊന്നും തുടരാൻ കഴിഞ്ഞില്ല. പലവിധമായ ബിസിനസ്സുകളൊക്കെ പപ്പ ചെയ്തു, ഇന്നുവരെയും കുഴപ്പമില്ലാതെ കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറയാം, അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ആശുപത്രി പോക്കും വരവും എല്ലാം വലിയൊരു ബുദ്ധിമുട്ടിന്റെ സമയങ്ങളായിരുന്നു. എന്നാൽ ഈ ഇഞ്ചക്ഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. കുറെ നാൾ ഇഞ്ചക്ഷൻ എടുത്തു, പക്ഷെ പഴുപ്പിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് സാമ്പത്തിക കടവും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ അന്നുള്ള അമ്മയ്ക്ക് വീതമായി വല്യപ്പച്ചൻ കൊടുത്ത 70 സെന്റ് സ്ഥലമായിരുന്നു. അപ്പൊ അത് വിറ്റിട്ട് അതിന്റെ അന്നത്തെ കാലത്ത് കിട്ടിയതിന്റെ പകുതി പൈസ കടം വീടുകയും വീണ്ടും കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറി 1 ഏക്കർ സ്ഥലം വാങ്ങുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും 6 മക്കളും പപ്പയും അമ്മയുടെ കുടുംബമായിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ ആ സമയത്ത് എനിക്കൊരു 5 വയസ്സായി. ഞാൻ ഈ കാല് മടങ്ങത്തില്ലേലും ഓടിച്ചാടി നടക്കുന്നൊരു അവസ്ഥയാണ്. അവിടെ മുതലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതിന് മുമ്പത്തെ വരെ വലിയ ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ഓടിച്ചാടി നടക്കുന്ന സമയത്ത് ഈ 5-ാമത്തെ വയസ്സില് ഈ മടങ്ങാത്ത കാല് ഒരു ദിവസം വൈകിട്ട് സന്ധ്യക്ക് മുറ്റത്തോട്ട് ഒന്ന് ചാടിയപ്പോ ആ കാല് വിരലൊന്ന് തട്ടി ഞാനങ്ങ് വീണു. വീണ സമയത്ത് എന്റെ അമ്മ നോക്കിയപ്പോ മടങ്ങാത്ത കാല് മടങ്ങിയിരിക്കും. അമ്മ വെച്ച് മുട്ട് മടങ്ങിയതായിരിക്കും, പക്ഷെ മടങ്ങിയതല്ലായിരുന്നു. ആ മുട്ടിന്റെ മുകളിൽ വെച്ച് അസ്ഥി 2ആയിട്ട് ഒടിഞ്ഞു. അങ്ങനെ ഒടിഞ്ഞ ബ്ലഡ്, ആ മുറിവ് നേരത്തെ ഉണ്ടല്ലോ, ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. പപ്പ എവിടെയോ പോയിരിക്കുമായിരുന്നു. പപ്പയെ ആളെ വിളിപ്പിച്ചു. അന്നത്തെ സമയത്ത് നമ്മുടെ നാട്ടിലും അധികം കാറൊന്നും ഗ്രാമപ്രദേശം അധികം ഇല്ല. ഏതാണ്ട് 1 കിലോമീറ്റർ എടുത്തുകൊണ്ട് നടന്ന് മഹർഷിക്കാവുന്ന സ്ഥലത്ത് ചെന്നെങ്കിലേ ഒരു ബസ് കിട്ടും. അങ്ങനെ പപ്പ എന്നെയുമായിട്ട് എടുത്ത് മഹർഷിക്കാവ് ചെന്നു. ഒരു ബസ് കിട്ടി. കലയവരത്ത് ഒരു കമ്പൗണ്ടർ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു പന്തളത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവിടെ നിന്ന് നേരെ ബസ് കയറി പന്തളത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവരും പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് വീണ്ടും വെച്ച് കെട്ടി. ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു നേരെ തിരുവല്ല പുഷ്പഗിരിക്ക് വിടാം. അന്ന് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വലിയ പരിചയം പപ്പായ്ക്കും ഇല്ലല്ലോ, എങ്കിലും പപ്പാടെ കുറച്ച് വീട്ടുകാർ തിരുവല്ല ഉണ്ടായി. എങ്ങനെ എന്തായാലും ബസ് സമയത്ത് ഈ സന്ധ്യ കഴിഞ്ഞ സമയമായിട്ട് ആളൊഴുകി ബസ് കിട്ടുന്നുണ്ട്. ബസ്സിൽ കയറി തിരുവല്ല ചെന്നു. ആ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വണ്ടിയിൽ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അവരുടെ റെക്കമെൻഡ് ഇല്ലാതായപ്പോ അവിടെ പുഷ്പഗിരിയിൽ അവര് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അവര് ഒരു ഓപ്പറേഷൻ വീണ്ടും ചെയ്തിട്ട് അവര് നോക്കിയപ്പോ ഇതിനകത്ത് അസ്ഥി പൊടിഞ്ഞു കിടന്നു. 4 കഷ്ണം പൊടിഞ്ഞ അസ്ഥി ഓപ്പറേഷൻ ചെയ്ത് അവരെടുത്ത് കളഞ്ഞു, ചെറിയ കഷ്ണങ്ങളായി. അതിനുശേഷമായിട്ട് അവര് പ്ലാസ്റ്റർ ഇട്ടു. അന്ന് ഈ കമ്പി ഇടുന്ന പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നെഞ്ചുവേദന, പ്ലാസ്റ്റർ ഇട്ട് ഒറ്റ കിടപ്പാണ്. അപ്പൊ ആ വീണ സമയത്ത് ഈ മുറിവ് ഇടത്തെ സൈഡിൽ നിന്ന് നേരെ വലത്തെ സൈഡിൽ വന്നു. മുറിവ് വലത്തെ സൈഡിലായി. അപ്പോഴും ആ സമയത്ത് ഈ പഴുപ്പ് ഇങ്ങനെ വരുന്നു. അപ്പൊ അങ്ങനെ പൊക്കി വരുന്ന അവര് ദിവസം ഡ്രസ് ചെയ്യണം. എനിക്ക് ഏറ്റവും കൂടുതൽ വേദന എന്ന് പറഞ്ഞ ഡ്രസ്സിങ് ആണ്. ഒരു കത്രിക മുറിവിനകത്ത് ദിവസം കുത്തിക്കയറ്റുന്ന.
അപ്പൊ അങ്ങനെ ദിവസം ഡ്രസ്സിങ്ങും കാര്യവും പപ്പ പോയി വരുന്നു. അമ്മ എൻ്റെ അടുത്ത് ഇരിക്കുന്നു. ബാക്കി 5 സഹോദരങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നു. അപ്പൊ ആശുപത്രി ആവശ്യത്തിന് പൈസ ഉണ്ടാക്കണം, വീട്ടിൽ മറ്റ് കുഞ്ഞുങ്ങളെ നോക്കണം. പപ്പ ഇങ്ങനെ വന്നും പോയി അങ്ങനെ നിന്നു. അങ്ങനെ ഒരു 1.5 മാസമായപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവരും വെച്ച് പപ്പ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞങ്ങളെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നേരെ കൊല്ലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ തിരുവല്ലായിരുന്നു നേരെ കാറ് വിളിച്ച് കൊല്ലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് നോക്കിയപ്പം എന്റെ കാല് ജോയിന്റ് ആവുന്നെങ്കിലും വളഞ്ഞാണ് ജോയിന്റ് ആവുന്നത്. അപ്പൊ അത് നടക്കാൻ ബുദ്ധിമുട്ട് വരും എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെ കാല് ഒടിച്ചു. അവര് കാല് ഒടിച്ചിട്ട് വീണ്ടും പ്ലാസ്റ്റർ ഇട്ട് വെച്ചു. അങ്ങനെ നെഞ്ചുവരെ വീണ്ടും പ്ലാസ്റ്റർ. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് 3-ാം നിലയിൽ നിന്ന് ദിവസം താഴത്തെ നില വേണം ഡ്രസ്സിങ്ങിന്. അമ്മയും കൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല, പക്ഷെ പപ്പ വരണം. പപ്പ ദിവസം അവിടെ വന്ന് മേളത്തെ നില എന്നെ കൊണ്ടുവന്ന് എടുത്ത് താഴെ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യണം. ഭയങ്കര വേദനയാണ്. അന്ന് കാലുകൾക്ക് ആരോഗ്യമുണ്ട്, കമ്പൗണ്ടറൊക്കെ തൊഴിച്ച് ഏറിയും ഒരു 2 പേര് 2 കാലെ പിടിച്ചുകൊണ്ടൊക്കെ അന്നത്തെ കാലത്ത് ഈ ഡ്രസ്സിങ് ചെയ്യുന്നത്. അത്രയും വേദനയാണ്. അങ്ങനെ ഒരു 3 മാസം അവിടെ തുടർന്നു. 3 മാസമായപ്പോൾ അവർ പറഞ്ഞ കാര്യം ചെയ്യും, ഇപ്പൊ വലിയ കുഴപ്പമില്ല, 1 മാസത്തോടെ കഴിയുമ്പോൾ അടൂർ കൊണ്ടുപോയി എടുത്താൽ മതി, വീട്ടിൽ പൊയ്ക്കോളാം. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടാക്കി. ആ 1 മാസമായപ്പോൾ പപ്പ തന്നെ ഈ പ്ലാസ്റ്ററിന് അറുത്ത് കീറി എടുത്തു കളഞ്ഞു. അങ്ങനെ കൃപയ വീണ്ടും പഴയതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഈ ഇത്രയും മരുന്ന് 3-4 മാസം ചെയ്തിട്ടും എൻ്റെ ഈ കാലിന്റെ പഴുപ്പിന് യാതൊരു മാറ്റവും. അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് ഒരു മണമോ മറ്റൊന്നുമില്ല, വെള്ളം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ പക്ഷെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ 3 വയസ്സിൽ തുടങ്ങിയ ഈ പഴുപ്പ് ഇപ്പോൾ എനിക്ക് 50 വയസ്സുണ്ട്. അപ്പൊ ഏകദേശം 47 വർഷം കൊണ്ട് എൻ്റെ ഈ കാല് പഴുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അതിലെ മോശ പറഞ്ഞ പോലെ മുൾപ്പടർപ്പ് കത്തുന്നു, എന്നാൽ മുൾപ്പടർപ്പ് കെട്ടുപോകുന്നില്ല. അതാണ് എന്ന് പറയുന്ന പോലെ എൻ്റെ കാലിൽ ഇന്ന് വരെയും മറ്റൊരു കുഴപ്പമില്ലാതെ, അഥവാ കാല് ഇല്ലാതാകാതെ പഴുത്ത് നശിച്ചു പോകാതെ ഇന്ന് വരെയും ദൈവം തമ്പുരാൻ നടത്തുന്നു. ആ പഴുപ്പൊരു മറ്റൊരു തടസ്സമായി മാറാതെ, വേദനയോ കാര്യമൊന്നുമില്ലാതെ ഞാൻ ഈ യാത്ര ചെയ്യുന്നതെല്ലാം അവസ്ഥയിലാണ്. ദിവസം കുളിക്കുമ്പോൾ ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്യാൻ. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. ഒരുപക്ഷെ എന്റെ കാല് പഴുക്കുന്നതിനേക്കാൾ എനിക്ക് അതൊരു വലിയ അത്ഭുതമായി തോന്നിയാണ്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ദൈവത്തിന് ഇത് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ചിന്തിക്കുന്നത് മാറ്റുന്നതിനേക്കാൾ ഒരു വലിയ അത്ഭുതമാണ് ഈ 47 വർഷം കൊണ്ട് പഴുക്കുന്ന കാല് ഒരു കുഴപ്പമില്ലാതെ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണും. അതൊരു ദൈവപ്രവൃത്തിയായിട്ടും ഞാൻ കാണുകയാണ്. അപ്പൊ അങ്ങനെ നടന്നു തുടങ്ങി. വീണ്ടും കാല് മടങ്ങത്തില്ലെങ്കിലും ഓടിച്ചാടി എല്ലായിടും പോകും. അന്ന് പപ്പയുടെ അമ്മയുടെ കൂടെ സഹോദരങ്ങളുടെ കൂടെ എല്ലാ പ്രാർത്ഥന മീറ്റിങ്ങുകൾക്ക് ഏത് മലയിലും എവിടെയും പോകും. അങ്ങനെ ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു 7 വയസ്സായി. 7 വയസ്സ് കഴിഞ്ഞു. അന്നേരം എന്നെ പഠിപ്പിക്കണമല്ലോ, ഈ നഴ്സറിലോ ആശാമ്പലോ എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. ഈ സമയമെല്ലാം ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ടുവന്ന് 1-ാം ക്ലാസ്സിൽ വിട്ടു. 1-ാം ക്ലാസ്സിൽ എന്നെ ചേർത്തപ്പോൾ എന്റെ ഇളയ പെങ്ങള് 2-ൽ പഠിക്കാം. അപ്പൊ അത്രയും താമസമാണ് എന്നെ കൊണ്ടുവന്ന് 1-ൽ വിട്ടത്. അങ്ങനെ 1-ാം ക്ലാസ്സിൽ ചേർത്തു. ആ ഒരു വർഷം നടന്നുപോയി, 1 കിലോമീറ്റർ നടന്നുപോയി പഠിച്ചു. പിറ്റേ വർഷം 2-ൽ കയറി. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ക്രിസ്മസ് എക്സാമിന് തൊട്ട് മുമ്പാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ സ്കൂളിൽ പോയി. പക്ഷെ സ്കൂളിൽ നിന്നപ്പോ ഭയങ്കരമായൊരു പനിയും ഒരു തലവേദനയും ദേഹം വേദന, മൊത്തത്തിൽ എനിക്ക് സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. അപ്പൊ എനിക്ക് വല്ലാത്തൊരവസ്ഥ. അപ്പൊ സാറുമാരുടെ കൂട്ടുകാർ പോയി പറഞ്ഞു. അപ്പൊ അവര് വെച്ച് ഒരുപക്ഷെ ചായ വല്ലതും കുടിക്കുമ്പോ തലവേദന മാറും എന്ന് വിചാരിച്ച് സാറുമാർ എനിക്ക് ചായ കൊണ്ടു. പക്ഷെ മാറിയില്ല. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, റോയി വീട്ടിൽ പൊയ്ക്കോ, കൂട്ടുകാരെ വേണം കൂടെ വിടാന്ന്. ഞാൻ വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാന്നോ. അങ്ങനെ നടന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ദേഹം മൊത്തം ചൂടും വേദനയും. അങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ വയലായില് അന്ന് ഞങ്ങൾ താമസിക്കുന്നത് പുല്ലിമല, വയലാട് തൊട്ടപ്പുറത്ത് പുല്ലിമല എന്ന സ്ഥലത്താണ്. അവിടുന്ന് 1 കിലോമീറ്റർ നടക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, നമ്മളെ അറിയുന്ന ഒരു നേഴ്സൊക്കെ നടത്തുന്ന. അപ്പൊ വേഗത്തിൽ അമ്മയും എന്റെ ചേട്ടനും എല്ലാം കൂടി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അവർ ഈ വേദനയ്ക്ക് വേണ്ടി ആയിരിക്കാം അവിടെ കിടത്തിയിട്ട് ഒരു ഇഞ്ചക്ഷൻ അവരെടുക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഹോസ്പിറ്റലിൽ പഠിച്ചിട്ട് നിൽക്കുന്ന ഒരു നേഴ്സ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നു. അപ്പൊ കിടത്തി 7-ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഈ സിസ്റ്റർ തന്നെ പറയുന്നുണ്ട്, അയ്യോ ഇത് അസ്ഥിയിലാണല്ലോ കൊള്ളുന്നേ എന്ന് പറഞ്ഞിട്ട് അവര് വീണ്ടും ഊരുകയാണ്. 2ാമത് കുത്തിയിട്ട് അവര് തന്നെ പറയാ ഇതും അസ്ഥിയിലാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഊരും. അങ്ങനെ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. 3ാമതും അവര് തന്നെ ആ മരുന്ന് കുത്തിവെച്ചു. അവര് ഇഞ്ചക്ഷൻ വെച്ചിട്ട് അങ്ങോട്ട് പോയി.
അമ്മ എന്നോട് പറഞ്ഞ എണ്ണിക്ക് മോനെ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എണ്ണിക്കാൻ പറ്റില്ല. ആ നിമിഷ നേരം കൊണ്ട് എന്റെ ശരീരം പൂർണ്ണമായിട്ട് തളർന്നു. അമ്മ എന്നെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്താൻ നോക്കുക. ഞാൻ വീഴുകയാണ്. പെട്ടെന്ന് കരച്ചിലും വിളിച്ചോകലൊക്കെ ആയി. എന്റെ ചേട്ടൻ കൂടെ ഉണ്ട്, അമ്മ കൂടെ ഉണ്ട്. പപ്പ മറ്റെന്തോ ജോലിക്ക് പോയിരിക്കാം. എന്തായാലും പെട്ടെന്ന് ചേട്ടൻ അതിനകത്ത് വരെ ഓടിപ്പോയി ഒരു കാർ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പപ്പായും വന്നു. അപ്പൊ ഈ ഹോസ്പിറ്റൽ നടത്തുന്ന മെയിൻ നേഴ്സും ഈ കാറെ കയറി നേരെ വിട്ട് കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റല് തോമസ് വർഗീസ് എന്ന ഡോക്ടറെ വീട്ടിൽ ചെന്നു. അങ്ങനെ അവര് ഭാര്യയും ഭർത്താവും ഡോക്ടർ. അപ്പൊ അവർ രണ്ടുപേരോട് ആവുന്നു നോക്കിയിട്ട് അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ അധിക സമയം ഇനി മുമ്പോട്ട് പോകത്തില്ല. അപ്പൊ ഈ മറ്റേ നേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് ഇത് ഇഞ്ചക്ഷന്റെ ആണെന്നൊന്നും പറയാനും അവർക്ക് ഒരു മടി. അവര് ഇഞ്ചക്ഷൻ്റെ ഒന്നും അല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു, നിങ്ങൾ വേറെ ഒന്നും കൊണ്ടുപോകണ്ട, എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോകണം. അപ്പൊ തിരുവനന്തപുരത്ത് വല്ലതും കൊണ്ട് അപ്പൊ അങ്ങ് വരെ ചെല്ലത്തില്ല എന്നുള്ളതാണ് അവരുടെ കണക്കൂര്. കാരണം ഏകദേശം ഈ അരമണിക്കൂർ കൊണ്ട് എന്റെ ശരീരം മുഴുവനും തളർന്നു. വയറ് വീർക്കാൻ തുടങ്ങി, യൂറിൻ പോകുന്നില്ല, എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് ഓർമ്മയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓർമ്മയ്ക്ക് ഒരു കുറവില്ല. മറ്റ് പ്രവർത്തനങ്ങൾ മുഴുവനും സ്തംഭിച്ചു. അപ്പൊ ആ ഡോക്ടർ വിചാരം തിരുവനന്തപുരത്ത് എത്താനുള്ള സാധ്യത ഇല്ലാന്നാണ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാൻ നിർബന്ധിച്ചപ്പോൾ പപ്പ പറഞ്ഞ കാര്യം, ഈ അവസ്ഥയിൽ വീട്ടിൽ കൊണ്ടിടാൻ പറ്റില്ലല്ലോ, ഡോക്ടർ ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെ പപ്പ എഴുതി സൈൻ ചെയ്ത് കൊടുത്തു, എന്തെങ്കിലും വന്നാലും കുഴപ്പമില്ല, ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യാൻ. അങ്ങനെ ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവര് യൂറിൻ എടുക്കാൻ. ആ യൂറിൻ എടുത്തപ്പം വയറ് ചൊട്ടി ഒരാശ്വാസമായി. അങ്ങനെ 13 ദിവസം ഇത് തുടരുകയായി. 13ാമത്തെ ദിവസം യൂറിൻ തന്നെ പോയി. ആ തന്നെ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ചെയ്യാനൊന്നുമില്ല, ഏതായാലും യൂറിൻ പോയല്ലോ, എന്നെയും വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 13 ദിവസം കൊണ്ട് അവർക്ക് ചെയ്യാവുന്ന മരുന്ന് മുഴുവൻ അവർ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും രക്ഷപ്പെടുന്നേ പെടാം. പക്ഷെ ഒരു വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ തന്നെ പപ്പ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ കൊണ്ട് കിടത്തി. ഒരു 6 മാസമൊക്കെ ഇച്ചിരി കഷായമൊക്കെ കുടിച്ചു. പിന്നീട് അതും പത്തിയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് പിന്നെ കുടിക്കാൻ പറഞ്ഞ് നിർത്തിയാണ്, ഇതുവരെ കുടിച്ചിട്ടില്ല. അങ്ങനെ വീട്ടിൽ വന്ന് ഒറ്റ കിടപ്പാൻ, ഒന്ന് സൈഡ് തിരിഞ്ഞ് കിടക്കണമെങ്കിൽ ഒരാൾ തിരിച്ചു കിടത്തിയെങ്കിലേ പറ്റൂ. ആ അവസ്ഥയിൽ ബലമില്ല. അങ്ങനെ കിടന്ന് കുറേശ്ശെ എന്റെ കൈക്ക് ബലമായി. തിരിഞ്ഞും പിരിഞ്ഞും കിടക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് ചാരി ഇരിക്കാൻ തുടങ്ങി. അതിനുശേഷം കുറച്ചുകൂടെ ബലമായപ്പോൾ കട്ടിലേന്ന് ഞാൻ തന്നെ താഴെ ഇറങ്ങിയിരിക്കാൻ തുടങ്ങി. എന്നാലും തിരിച്ചു കയറാൻ ഒക്കത്തില്ല. സഹോദരങ്ങളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവരൊക്കെ എടുത്ത് കിടത്തുകയും ഇരുത്തുകയും ഒക്കെ ചെയ്യും. അങ്ങനെ മുമ്പോട്ട് പോയി കുറെ ബലമായപ്പോ പിന്നെ ഇരുന്ന് ഞാൻ നിരങ്ങാൻ തുടങ്ങി. കൊച്ചു പിള്ളേർ, പൊടിപ്പിള്ളേരെ വിട്ട് ഇരുന്ന് മുറിക്കകത്തെല്ലാം നിരങ്ങാൻ തുടങ്ങി. അങ്ങനെ നിരങ്ങി ഞങ്ങളാ താമസിക്കുന്ന സ്ഥലം ഒരേക്കർ സ്ഥലം തട്ടായിട്ടുള്ള ഭൂമിയാണ് മുകളിലോട്ട്. അപ്പൊ കുറെ കൈക്ക് നല്ല ബലമായപ്പോൾ ഈ വസ്തുവിനകത്തെല്ലാം നിരങ്ങി കയറി ഞാൻ. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, എന്റെ സഹോദരങ്ങളെല്ലാം പഠിക്കാൻ. അപ്പൊ ഈ 2ാം ക്ലാസ് വെച്ച് എന്റെ പഠനം അവസാനിച്ചു. പഠിക്കാൻ പിന്നെ പറ്റുന്നില്ല. അപ്പൊ ബാക്കി എല്ലാവരും സ്കൂളിൽ പോകും, ഞാൻ ഒറ്റയ്ക്ക് കാണുള്ളൂ. അപ്പൊ വീട്ടിലെ പശു വളർത്തൊക്കെ ഉണ്ട്, പപ്പായ്ക്ക് പശുവിന്റെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പശുവിനെയൊക്കെ ഇണക്കി എടുത്തിട്ട് പശുവിനെ അഴിച്ചുകൊണ്ട് പോവുക, ആടിനെ അഴിച്ചുകൊണ്ട് പോവുക. അതിന് കയറ് എന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാനും നിരങ്ങി ഇങ്ങനെ പോവും. അങ്ങനെ പകലൊക്കെ അങ്ങനെ പോയി. ചിലപ്പോ പോച്ചയൊക്കെ പറിച്ച് ഈ താഴോട്ട് വരുമ്പോ ഇറക്കമാണ്, പശുവിന്റെ കയറെ വെച്ച് കെട്ടുകയും ചെയ്തു. അപ്പൊ പശുവിനിട്ട് പോരുമ്പോ പോച്ചയും കൂടെ. അങ്ങനെയൊക്കെ നേരങ്ങൾ പകലൊക്കെ പോക്കി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പൊ ആ കൈക്ക് കുറെ കൂടെ ബലമായി. എന്നാലും നൂന്നിരിക്കാൻ നടക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ മൂത്ത പെങ്ങളുടെ വിവാഹമൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും കുറെ കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് ആ വസ്തു വീണ്ടും വിറ്റിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ വയല എന്ന് പറഞ്ഞ, ഇതെല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ്. വയലായില് അല്പ സ്ഥലം മേടിച്ച് അവിടെ ഒരു ചെറിയ വീട് വെച്ച് ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ വയലായാണ്. പപ്പായും മമ്മിയും കൂടെ ഉണ്ട്. പപ്പായ്ക്ക് 6 വർഷത്തിന് മുമ്പേ സ്കൂട്ടറിൽ പോയ ഒരു ആക്സിഡന്റ് പറ്റി. അത് തലയ്ക്കാണ് ഇച്ചിരി പരിക്കേറ്റത്. അതുകൊണ്ട് പപ്പായ്ക്ക് ഇപ്പൊ ഓർമ്മ കുറവുണ്ട്. എന്നാലും ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ല, വീട്ടിൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. അമ്മയ്ക്കും ആരോഗ്യം കൊണ്ട് ഇങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ പോകുന്നു. ഇപ്പൊ 85 വയസ്സും 83 വയസ്സും ഉണ്ട് രണ്ടുപേർക്കും. കൃപയാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സന്തോഷത്തിൽ പോകുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ വസ്തു വിട്ടിട്ട് വയല വന്നു. വയല വരുമ്പോ എനിക്ക് ഏതാണ്ട് 16 വയസ്സുണ്ട്. അപ്പൊ ഈ 16 ഏതാണ്ട് 9 വയസ്സ് മുതൽ ഈ 16 വയസ്സിനിടയ്ക്കാണ് ഇത്രയും ആരോഗ്യം ദൈവം തന്നു. അങ്ങനെ വയല വന്നൊരു എനിക്കൊന്ന് 2 കൊല്ലം കൂടെ കഴിയുമ്പം ഞാൻ പതുക്കെ കൈയും കാലും കൂടെ കുത്തിക്കൊണ്ട് കുനിഞ്ഞ് നടക്കാത്ത, അങ്ങനെ അത്ര കുറച്ചുകൂടെ ഒരു ബലമായി. അപ്പൊ അവിടെയും ആ വസ്തുവിനകത്തൊക്കെ ഇങ്ങനെ കൈയും കാലും കുത്തി
ഇങ്ങനെ ഇറങ്ങിപ്പോകും, പോച്ച പറിക്കും, അങ്ങനെ വേറെ ജോലിയൊന്നുമില്ല. വീട്ടിലെ എന്ത് പണി വേണമെങ്കിലും ഇരുന്നുകൊണ്ടൊക്കെ ചെയ്യും. അത്യാവശ്യം പപ്പ ഇല്ലാത്തപ്പോൾ പശുവിനെ കറക്കും, അങ്ങനെയൊക്കെയുള്ള ഒക്കെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകും. അപ്പൊ എനിക്ക് വീട്ടിലെ എല്ലാവർക്കും ഉള്ളൊരു വിഷമം എന്ന് പറയുന്നത്, ബാക്കി എല്ലാവരും കുറഞ്ഞ പക്ഷം 10ാം ക്ലാസ് വരെ പഠിച്ചു, പിന്നെ അവരോരോ ജോലിയൊക്കെ തൊഴിലൊക്കെ പഠിച്ചു. അപ്പൊ എനിക്ക് മാത്രം വിദ്യാഭ്യാസം ഇല്ലല്ലോ എന്നുള്ളൊരു ഭാരം വീട്ടിലെല്ലാവർക്കും ഉണ്ടായി. അത് മാത്രമല്ല, മറ്റുള്ളവര് പപ്പായെ ഒത്തിരി നിർബന്ധിച്ചു. ഒന്നാമത് വയ്യാത്തൊരു മോനല്ലേ, അപ്പൊ വികലാംഗ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഒരു 10ാം ക്ലാസ് തോറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ജോലി കിട്ടും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ നോക്കണം എന്ന് മറ്റുള്ളവരിങ്ങനെ നിർബന്ധിച്ചു. അപ്പൊ അത് കേട്ടുകൊണ്ട് പപ്പ നമ്മുടെ അടുത്തുള്ള ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, ഒന്ന് വന്ന് ട്യൂഷൻ എടുക്കാം. അങ്ങനെ ആ സിസ്റ്റർ വന്ന് ഒരു 1.5 മാസം ട്യൂഷൻ എടുത്തപ്പോഴത്തേക്ക് അദ്ദേഹം ജോലിക്ക് വേണ്ടി പോയി. ഇപ്പൊ ട്യൂഷൻ എടുത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സിൽ പുസ്തകം എടുത്ത് വെച്ച്, ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് വെച്ചാൽ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യമായിട്ട് പഠിപ്പിക്കണം, ഇംഗ്ലീഷ് അക്ഷരം മുതൽ ഹിന്ദി അക്ഷരം മുതൽ എല്ലാം പഠിപ്പിക്കണം. എങ്കിലും ആ പുസ്തകം വെച്ച് ആ സിസ്റ്റർ പഠിപ്പിക്കാൻ തുടങ്ങി. ബുക്കർ ടി വാഷിംഗ്ടൺ എന്ന് പറഞ്ഞ ആ പാഠം പഠിപ്പിച്ചു തീരുന്നതിന് മുമ്പേ തന്നെ ആ സിസ്റ്റർ ജോലിക്ക് അങ്ങ് പോയി. പിന്നെ ആ പഠിത്തം അവിടെ അവസാനിച്ചു. അപ്പൊ ഈ അഭിപ്രായം പപ്പ അന്നൊക്കെ ട്യൂട്ടോറിലുണ്ടല്ലോ, ട്യൂട്ടോറിലെ സാർമാരോട് പറഞ്ഞു, ഇങ്ങനെ പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ. അപ്പൊ അവരത് കേട്ടപ്പം അവരെല്ലാം കൂടെ വീട്ടിൽ വന്നു. അപ്പൊ അവര് വീട്ടിൽ വന്ന് പറഞ്ഞു, എങ്ങനെയെങ്കിലും ട്യൂട്ടോറിൽ വരാമെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കാം. കാരണം ഈ 12 വിഷയത്തിന് 12 സാർമാർ വീട്ടിൽ വരുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അങ്ങ് ട്യൂട്ടോറിൽ വരാമെങ്കിൽ. അപ്പൊ നമ്മുടെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. എന്നെ ഈ ഇഞ്ചക്ഷൻ എടുത്ത് തളർന്ന് ആ ഹോസ്പിറ്റലിലെ തൊട്ട് മുന്നേ തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു നടത്തിപ്പ് പോലെ ആ വർഷം ഈ സ്കൂള് തുറക്കുന്നതിന് ഒരു 8 ദിവസം മുമ്പ് പഞ്ചായത്തിൽ നിന്നൊരു സൈക്കിൾ കിട്ടി. അപ്പൊ എനിക്ക് അതുവരെ വണ്ടിയൊന്നും ഇല്ലല്ലോ, വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഈ കൈ കൊണ്ട് കറക്കുന്ന ഒരു 3 വീൽ സൈക്കിൾ കിട്ടി. അപ്പൊ ഈ സാറുമാർ ഇത് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സൈക്കിളും ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും ദൂരട്ടി അവിടം വരെ വരാമെങ്കിൽ നമുക്ക് നോക്കാമെന്ന്. അപ്പൊ ഈ കയറ്റമൊക്കെ കയറണമെങ്കിൽ പാടാം, നമുക്ക് കൈ കൊണ്ട് കറക്കി കയറിപ്പാൻ പാടാം. അപ്പൊ ഒത്തിരി ഉപാധി ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വന്നാൽ എങ്ങനെയാണ്, അവിടെ 10ാം ക്ലാസ്സിൽ തോറ്റ പിള്ളേരായിരിക്കുന്നത്, അവർക്ക് എഴുതാനും വായിക്കാനും അറിയാം, ഞാൻ അവരുടെ ഇടയിൽ വന്ന് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി ഉപാധി പറഞ്ഞെങ്കിൽ അവർ വിടത്തില്ല. അപ്പൊ അവരെനിക്ക് ഒരു ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് വായിച്ചിട്ട് ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനത് അല്പം വായിച്ചു. അപ്പൊ വായിച്ചപ്പോ അവർ പറഞ്ഞു, ഇത്രയൊക്കെ മതി, 10ൽ തോറ്റവര് ഇത്രയൊക്കെ വായിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരെ നിർബന്ധത്തിന് വഴങ്ങി എന്തായാലും അവിടെ പോയി ജോയിൻ ചെയ്തു. അങ്ങനെ ദിവസം കയറ്റമുള്ള ഭാഗത്ത് പപ്പ കൂടെ വന്നിട്ട് ഒന്ന് തള്ളിത്തരും. അങ്ങനെ പിന്നെ അല്ലാത്ത നിരപ്പ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകും. പിന്നെ കുറച്ചാളായപ്പോ കൂട്ടുകാരൊക്കെ ഈ കയറ്റമുള്ളതൊക്കെ തള്ളിത്തരും. അങ്ങനെ എന്തായാലും 1 വർഷം ദൈവകൃപയാൽ അവിടെ പോയി പഠിച്ചു. അപ്പൊ പഠിച്ചപ്പോ ആ വർഷം എനിക്ക് എക്സാം എഴുതണമെങ്കിൽ ഓവർ സ്റ്റഡി ആയിട്ടേ പറ്റൂ, പ്രൈവറ്റ് സ്റ്റഡിയെ പറ്റുള്ളൂ. അപ്പൊ പ്രൈവറ്റ് സ്റ്റഡി ഓവർ സ്റ്റഡി ആവണമെങ്കിൽ യൂണിവേഴ്സിറ്റി എന്റെ ബുക്കില്ലല്ലോ, കാരണം 2ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയത്. അപ്പൊ ബുക്കില്ലാത്തതുകൊണ്ട് അതിന് മുമ്പായിട്ട് എക്സാമിന് 3 മാസം മുമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു ടെസ്റ്റ് എഴുതി അതിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി അയച്ചു കൊടുക്കണമായി. അങ്ങനെ സാർമാരൊക്കെ അതിന് ഹെൽപ്പ് ചെയ്ത് അവര് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് എഴുതി. അങ്ങനെ എനിക്ക് ഞാൻ കിഴക്കോർ എന്ന ഹൈസ്കൂളിൽ പോയി ഈ ടെസ്റ്റ് എഴുതി. അപ്പൊ അവര് ഗ്രാമറും അതും ഇതെല്ലാം കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇട്ട് ആ ടെസ്റ്റിന്റെ മാർക്ക് അവർ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്ത് മറ്റു പിള്ളേരുടെ കൂടെ തന്നെ എനിക്കും എഴുതാനുള്ള ബുക്ക് വന്നു. ദൈവത്തിന്റെ കൃപയാൽ എഴുതി ആദ്യത്തെ വർഷം തന്നെ പാസ്സാകുവാൻ ദൈവം അവസരം. അങ്ങനെ 2ാം ക്ലാസ്സിൽ നിന്ന് നേരെ 10ാം ക്ലാസ്സിലേക്ക് കയറുവാനുള്ള ഒരു അവസരം കർത്താവിലേക്ക് വരും. അപ്പൊ അതിനുശേഷം നമ്മുടെ ആഗ്രഹം ഒരു ജോലി ആയിരുന്നല്ലോ, ജോലി കിട്ടാൻ വേണ്ടിയാണ്. മറ്റുള്ളവർ പറഞ്ഞ തോറ്റാലും കുഴപ്പമില്ല, തോറ്റ സർട്ടിഫിക്കറ്റ് ആണ്, കർത്താവ് തോൽപ്പിച്ചില്ല, പാസ് തന്നെ ആക്കി. അപ്പൊ അതിനുശേഷം മറ്റുള്ളവർ പറഞ്ഞൊരു കാര്യം, ഒരു കമ്പ്യൂട്ടറോട് പഠിക്കാമെങ്കിൽ ഒരു ജോലിക്ക് പെട്ടെന്ന് ചാൻസ്. അങ്ങനെ എന്റെ പപ്പ അതിനകത്ത് പോയി അവിടെ കമ്പ്യൂട്ടർ സെന്റർ തിരക്കിയപ്പം ആളിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അന്നേരം ഈ സൈക്കിളേ ഉള്ളൂ, ഇത് അതിനകത്ത് വരെ ഇതേ പോണം, അപ്പൊ പപ്പ കൂടെ വരണം, കയറ്റം തള്ളി തരാൻ. എന്തായാലും പോയി. അങ്ങനെ അവിടെ ചെന്ന് എന്നെ കണ്ടപ്പോ ആ സാറിന്റെ ഒരു നിർബന്ധം, റോയി ഞാൻ പഠിപ്പിക്കാം, പക്ഷേ കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് മുമ്പ് റോയി പ്രീ ഡിഗ്രിയുടെ പഠിക്കാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്, പിന്നെ വന്ന് കമ്പ്യൂട്ടർ പഠിക്കുന്നു. എന്നാ സാറിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നമ്മളെ ദൈവം മറ്റുള്ളവരെ നമുക്ക് വേണ്ടി ഒരുക്കുക ഓരോ നിർബന്ധങ്ങൾ. എന്നാ സാറിന്റെ ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോരുന്നിട്ട് പപ്പായ അതിനകത്ത് ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട്, ഈ അന്ന് പ്രീ ഡിഗ്രി പഠിപ്പിക്കും. അവിടെ ചെന്ന് ഇങ്ങനെ എന്റെ കാര്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോഴേ അതിന് മുമ്പേ അവർക്ക് റിപ്പോർട്ട് കിട്ടി, ഇങ്ങനെ ആളെ പാസ്സായിട്ടുണ്ട്, ഇവിടെ വന്നാ പഠിപ്പിക്കണം. അപ്പൊ പപ്പ എന്നെ പേര് പറഞ്ഞപ്പോഴേ ചോദിച്ചു, വയലാർ റോയി എന്റെയെന്ന് വെച്ചു. ഓക്കെ, ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി ഒന്നും പറയണ്ട, ആളെ കൊണ്ടുവന്നാൽ മതി.
അങ്ങനെ ആ സൈക്കിളിൽ തന്നെ ദിവസം പപ്പ കയറ്റമുള്ള ഭാഗം വരെ അതിനടുത്ത് വരെ പപ്പ വരും. പിന്നെ ഇറക്കമെടുത്ത് അങ്ങനെ പോകും. ആ സൈക്കിളിൽ പോയി ഇങ്ങോട്ട് പപ്പ വിളിക്കാൻ വരും. അങ്ങനെ കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അങ്ങനെ ആ സൈക്കിൾ അപ്പൊ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് തന്നെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം ഒരു പഴയ സ്കൂട്ടർ, 3 വീലർ സ്കൂട്ടർ കിട്ടി. പഴയ സ്കൂട്ടർ പപ്പ മേടിച്ചു. അങ്ങനെ പിന്നെ അതേ പോകാൻ തുടങ്ങി. അങ്ങനെ അത് പഴയതായിട്ട് മിക്കവാറും പണിയൊക്കെ വരുമെങ്കിലും ആ ആ വർഷം അങ്ങനെ മുമ്പോട്ട് അതിനകത്ത് ഈ കോളേജിൽ പോയി പഠിച്ചു. ദൈവകൃപയിൽ ആദ്യത്തെ വർഷം തന്നെ ഫസ്റ്റ് ഇയർ പാസ്സാകാൻ അവസരം തന്നു. സെക്കൻഡ് ഇയറിൽ വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ അടൂര് ഹൈസ്കൂളിൽ വെച്ച എക്സാം സെക്കൻഡ് ഇയർ. അപ്പൊ ഈ വണ്ടിയെ തന്നെ അടൂര് പോകുമ്പോ പഴയ വണ്ടി ആയതുകൊണ്ട് പപ്പായി എന്റെ കൂടെ വരും. കാരണം വണ്ടി വല്ലതും കേടായാൽ എക്സാമിന് സമയത്ത് എത്തണമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്ന വഴിക്ക് കോട്ടമോൾ പറക്കോട് കഴിഞ്ഞിട്ട് കോട്ടമോളിൽ ചെന്നപ്പോ മറ്റൊരു വണ്ടിയായിട്ട് എന്റെ വണ്ടിയായിട്ട് ചെറുതായിട്ടൊന്ന് മുട്ടിയതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ രണ്ടും കൂടെ പോയി തറയിൽ വീണു. വണ്ടി എടുത്തടിച്ച് മറിഞ്ഞ് തറയിൽ വീണു. എന്റെ നെറ്റിയുടെ ഈ ഭാഗം, ഇവിടെ ഈ കണ്ണിന്റെ ഇവിടെ മുതൽ ഇങ്ങനെ ഇവിടം വരെ പൊട്ടിക്കയറി. ഈ ഭാഗത്തെ തൊലി മൊത്തം പോയി. ഈ ഭാഗം അങ്ങ് കുഴിഞ്ഞു പോയി. പപ്പായുടെ കൈ ഇവിടെ ഇങ്ങനെ ഇത്രയും കീറിയതേ ഉള്ളൂ. വേറെ കുഴപ്പം വന്നില്ല. എന്റെ പപ്പായി എല്ലാവരും ചാടി എണ്ണിച്ചു. മറ്റുള്ളവരെല്ലാവരും വണ്ടിയോടുകൂടി എന്നെ പൊക്കി. എന്നെ പൊക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇട്ടിരുന്ന ഉടുപ്പ് മുഴുവനും ബ്ലഡ് കൊണ്ട് നിറഞ്ഞു. അത്രയ്ക്ക് പൊട്ടലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ഈ സന്ദർഭത്തിൽ ഒന്നും ഒരു ബോധക്കേട് എനിക്ക് വരുന്നു. എനിക്ക് നല്ല ഓർമ്മയാണ്. മാത്രമല്ല ഈ മുള്ളു കൊണ്ട വേദന ഒരു അനുഭവപ്പെടുന്നത്. ഇത്രയും തല പൊട്ടി കീറി ബ്ലഡ് ഒഴുകുന്നു. ബ്ലഡിനകത്ത് ഞാൻ കുളിച്ചു കിടക്കാം. പക്ഷെ എനിക്ക് ഓർമ്മകേടുമില്ല, വേദനയും വരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഈ തൊട്ടു നോക്കിയപ്പോ അല്ല എവിടോ തൊടുന്ന പോലെ. അപ്പൊ മരവിച്ചിരിക്കാം. അപ്പൊ എനിക്ക് മരവിച്ചതിന്റെ ആയിരിക്കും. അങ്ങനെ നേരെ ഒരു കാറ് കൊണ്ടുവന്ന് പെട്ടെന്ന് ചവിട്ടി കയറ്റാൻ പറഞ്ഞു. കയറ്റി മരിയ ഹോസ്പിറ്റലിൽ ചെന്നു. അടൂര് മരിയായി ചെന്നപ്പോ അവര് വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, കാര്യം ചെന്നയാളെ ഹോളി ക്രോസിൽ പോകാം. അവിടുന്ന് പെട്ടെന്ന് ഹോളി ക്രോസിൽ ചെന്നപ്പം അവരും വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു ഇവിടെ പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്ത് നേരെ പന്തളത്ത് വിടും. അപ്പൊ ഈ ഹോളി ക്രോസുകാരും എടുക്കുന്നില്ല കണ്ടപ്പോ ഞാന് വണ്ടിക്കാരോട് പറഞ്ഞ കാര്യം ചെയ്യും, നമുക്ക് എക്സാം എഴുതിയിട്ട് അങ്ങ് പോയാലെന്താ. പാക പൊട്ടി കയറി മൊത്തത്തിൽ ബ്ലഡ് കുടിച്ചു. അപ്പൊ എനിക്ക് വേദന തോന്നാത്തതുകൊണ്ട് 1-2 എക്സാം കൂടെ ഉള്ളു. എനിക്ക് തോന്നാ ലാസ്റ്റ് എക്സാം ആണ്. ഇതങ്ങ് എഴുതിയിട്ട് പോയെന്താ. അപ്പൊ ആ ഡ്രൈവർ ചോദിച്ചു ഈ അവസ്ഥയിലാണോ എക്സാം എഴുതാൻ പോകുന്നത്, എങ്ങനെയും ആശുപത്രി എത്താൻ നോക്കാം. അങ്ങനെ പിന്നെ പപ്പ കയറി ആ സ്കൂളിൽ പറഞ്ഞു ഇതുപോലെ ആക്സിഡന്റ് പറ്റി ഇങ്ങനെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പന്തളം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവര് കുത്തിക്കെട്ടി. അന്നേരം ഒന്നും എനിക്ക് വലിയ വേദന അനുഭവപ്പെട്ടില്ല. ലാസ്റ്റ് വെച്ചൊരു കെട്ടി തല ഒരു വെച്ച് കെട്ടിയപ്പോ ഒരു ചെറിയൊരു പല്ലായിട്ട് തോന്നി. എല്ലാ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു 7 ദിവസം അവിടെ കിടന്നു. അപ്പൊ 3-ാമത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഈ സൈഡ് തിരിഞ്ഞൊന്ന് കിടന്നു നോക്കാന്ന് വെച്ചു, വല്ല കുഴപ്പമുണ്ടോ. തിരിഞ്ഞു കിടന്നപ്പം വാട്ടർ ബെഡിന്റെ കൂട്ടൊരു വല്ലാത്തൊരു ശബ്ദം ഇതിനകത്ത്. അപ്പൊ ഞാൻ ഡോക്ടർ ഒന്നും പറഞ്ഞു സാറേ ഇതിനകം പഴുത്തതായിട്ടാണ് തോന്നുന്നത്. ശരി നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സിംഗ് റൂമിലോട്ട് ഞാൻ ആ കയ്യെ കൊത്തി നടന്നു ചെന്നു. ഞാനും ഡോക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ ഇവിടുത്തെ 2 തയ്യൽ പൊട്ടിച്ചിട്ട് നോക്കി നല്ല പഴുപ്പാ. ഞാൻ തന്നെ പാത്രം പിടിച്ചു കൊടുത്തു. ഡോക്ടർ ആ പഴുപ്പ് മൊത്തം ഞെക്കി അതിനകത്ത് കളഞ്ഞു, വീണ്ടും കൊത്തി കെട്ടി. അങ്ങനെ കൃപയാൽ അത് പിന്നെ പഴുത്തില്ല, അതങ്ങ് കരിഞ്ഞു. 7 ദിവസമായപ്പം ഈ നമ്മുടെ തയ്യൽ എടുക്കുവായി. അന്നേരം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എത്ര തയ്യലുണ്ട്, പറയും എണ്ണിക്കോളാൻ പറഞ്ഞു. ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ എണ്ണാൻ പറഞ്ഞു. അങ്ങനെ എണ്ണിയപ്പം 32 തയ്യലുണ്ട്. ഇടാവുന്ന ഭാഗത്തൊക്കെ അവര് തയ്യലിട്ടു. ചില ഭാഗത്ത് തയ്യലിടാം, ഈ ഭാഗത്ത് തയ്യലിടാൻ അർത്ഥത്തിലായിരുന്നു, കുഴിഞ്ഞു പോയത്. 32 തയ്യലുണ്ട്. അപ്പൊ തയ്യലെടുത്തപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്നെ വീട്ടിൽ വിടണേ. അന്നേരം പറഞ്ഞു ഒന്നും ആയിട്ടില്ല, തയ്യലെടുത്തന്നേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ വെച്ച കാര്യം ചെയ്യും അടുത്ത കാണും ഹോസ്പിറ്റൽ ഉണ്ടോ. ഞാൻ പറയാം ഉണ്ടെന്ന് പറഞ്ഞു. 4 കിലോമീറ്റർ പോയാൽ മതി, ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാ വിടാം, പോയി ഡ്രസ്സ് ചെയ്താൽ മതി. അങ്ങനെ വീട്ടിൽ വന്നു. വീണ്ടും ആ വണ്ടിയെ തന്നെ ദിവസം പോയി ഡ്രസ്സ് ചെയ്യും. ഏകദേശം ഒരു 45 ദിവസം ഡ്രസ്സ് ചെയ്തണക്കാണ് അത് ഒരുമാതിരി കരിഞ്ഞ് വന്നത്. അപ്പൊ അന്നേരമൊക്കെ എനിക്കൊരു വിചാരമുണ്ട് ഈ മരവിപ്പ് മാറുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. എന്തായാലും 7-ാമത്തെ ദിവസം വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. അന്നേരം ഒന്നും വേദനയില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും ചർച്ചിൽ പോകാം, കണ്ണിന്റെ ചുവപ്പൊന്നും മാറിയിട്ടില്ല, തല അങ്ങനെ വെച്ച് കെട്ടിയൊക്കെയാണ്, ചർച്ചിൽ പോകാം എന്ന് വിചാരിച്ചു. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സൺഡേ സ്കൂൾ പഠിപ്പിച്ചു തുടങ്ങി. പക്ഷെ എന്നിട്ടൊന്നും എനിക്കൊരു കുഴപ്പം പ്രത്യേകിച്ച് ഒരു വേദന അനുഭവപ്പെടുന്നില്ല. അങ്ങനെ കൃപയാൽ ആ അവസ്ഥയിൽ തന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. മുമ്പോട്ട് പോയി ഇതെല്ലാം കരിഞ്ഞ് റെഡിയായി. അതിനുശേഷം വീണ്ടും എനിക്ക് തോന്നുന്നു ഞാൻ മുറിവൊക്കെ കരിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ ഈ വണ്ടി ഒന്ന് പണിയാൻ വേണ്ടി പുത്തൂർ മുക്കിൽ കൊണ്ടുപോകാൻ വേണ്ടി പോയ വഴിക്ക് വീണ്ടും തട്ടാരുപിടി ചെന്നപ്പോൾ ഈ വണ്ടിയുടെ ചെയിൻ സിസ്റ്റം ആയിരുന്നു വണ്ടി.
ചെയിൻ അങ്ങ് തട്ടിപ്പോയി. ഞാൻ വണ്ടി തിരിച്ച വഴി, പുറമോട്ട് ഇറക്ക തിരിച്ച വഴി എടുത്തടിച്ച ഒറ്റ മറിച്ചിൽ വണ്ടി. ഞാൻ പോയി റോഡിന്റെ സൈഡിൽ വീണ്, വണ്ടി ഒരു ഭാഗത്ത്. പക്ഷേ ഒന്നും പറ്റിയില്ല. ഞാൻ ആരും കാണുന്നതിന് പെട്ടെന്ന് ചാടി ഇണ്ടിച്ച് വണ്ടിയെ കയറി. അപ്പോഴത്തേക്ക് ആൾക്കാർ കണ്ടു, അവർ ഓടി വന്നു. അപ്പൊ ഞാൻ വണ്ടിയെ കയറി പെട്ടെന്ന് വണ്ടി താഴോട്ട് കൊണ്ടുപോയി ചെയിൻ ഞാൻ തന്നെ പിടിച്ചിട്ട് വീണ്ടും പോയി. ഞാൻ പറഞ്ഞു അവിടെയും തമ്പുരാൻ സൂക്ഷിച്ചു. അപ്പൊ അന്നേരമൊക്കെ ഓർക്കേണ്ട വിഷയം നമ്മുടെ ഈ ബലഹീനമായ കാലാണ്. കാരണം എല്ലാം അസ്ഥി പൊടിഞ്ഞു നിരത്ത് കളഞ്ഞു, പഴുത്തുകൊണ്ടിരിക്കുകയാണ്, പൊടിഞ്ഞ കാലാണ്. ഇത് മാത്രമല്ല, വേറെ ഒരു അത്ഭുതം നടന്നത്, ഈ കൊല്ലത്തുനിന്ന് വന്നതിന് ശേഷം 3 തവണയായിട്ട് ഏകദേശം നമ്മുടെ ഒരു പല്ലിന്റെ വലുപ്പത്തില് ഈ മുറിവിനകത്തൂടെ അസ്ഥി കഷ്ണം ഇറങ്ങി വന്നു. അപ്പൊ അന്ന് ഒരുപക്ഷെ ഈ ഒടിച്ചപ്പം പൊട്ടിക്കിടന്നാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇതിനകത്ത് കിടന്ന അസ്ഥി കഷ്ണം 3 തവണയായിട്ട് ഈ മുറിവിനകത്തോട് തന്നെ ഇറങ്ങി വന്നു. തന്നെ വന്നപ്പോ ഞങ്ങൾ വലിച്ചെടുത്ത് കളഞ്ഞു. അപ്പൊ അത് ദൈവം അത്ഭുതം ചെയ്തു. അത് അതിനകത്ത് കിടന്ന് വേറെ അവസ്ഥ ആവേണ്ടത്. അങ്ങനെ ആ ഒടിഞ്ഞു കിടന്ന അസ്ഥി തന്നെ പുറത്തുപോയി. ആ പഴുപ്പൻ ഒടിഞ്ഞു പോരുത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലം. പക്ഷെ ഈ കാലം കൊണ്ടാണ് ഈ വീഴ്ചയൊക്കെ വീഴുന്നെങ്കിലും തമ്പുരാൻ അവിടെ എല്ലാം വീണ്ടും സൂക്ഷിച്ചു. അങ്ങനെ വീണ്ടും ഞാൻ ആ സേ എഴുതി, ആ പോയ വിഷയം, എഴുതാൻ പറ്റാത്ത വിഷയമൊക്കെ എഴുതിയെടുത്തു. പ്രീ ഡിഗ്രി പാസ്സായി. അങ്ങനെ പാസ്സായ ശേഷം വീണ്ടും ആദ്യം പറഞ്ഞ സ്ഥലത്ത് കമ്പ്യൂട്ടറിന് വേണ്ടി പോയി അഡ്മിറ്റ് അവിടെ ജോയിൻ ചെയ്തു. DC എന്ന് പറയുന്ന 1 ഇയറിന് വേണ്ടി 1 ഇയർ പഠിക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിന് ചേർന്നു. അത് 2 നില കയറണം. മാസത്തിൽ ഈ കൈ കൊണ്ട് കുത്തി 2 നില കയറാനുള്ള ആരോഗ്യം എന്തെങ്കിലും തന്നു. അങ്ങനെ പോയി 1 വർഷം പഠിച്ചു. അപ്പൊ അവിടെ പഠിക്കാൻ ചെയ്തപ്പോ ഈ കമ്പ്യൂട്ടറിന് ടൈപ്പ് ചെയ്യാൻ സ്പീഡിന് വേണ്ടി ടീച്ചർ പറഞ്ഞ കാര്യം ചെയ്യും, ടൈപ്പ് കൂടെ പഠിക്കാം, അപ്പം കമ്പ്യൂട്ടർ സ്പീഡ് കിട്ടുവാൻ. അങ്ങനെ ടൈപ്പ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എക്സാമിന്റെ സമയം, ടൈപ്പ് ലോവറിന്റെ എക്സാമിന്റെ സമയം. അപ്പൊ ടീച്ചർ പറഞ്ഞു, റോയ് അത്യാവശ്യം റോയ്ക്ക് സ്പീഡ് ഉണ്ട്, ഒരു കാര്യം ചെയ്യും, ഏതായാലും പഠിച്ചായിരിക്കും, എക്സാം എഴുതാൻ പറഞ്ഞു. അപ്പൊ സർക്കാരിന്റെ ആണ്. അങ്ങനെ ടൈപ്പ് ലോവർ എക്സാം എഴുതി, കൃപയാൽ അതും പാസ്സായി. അങ്ങനെ ടൈപ്പ് ലോവറും അതിനിടയ്ക്ക് അത് പാസ്സായി, സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ DC കമ്പ്യൂട്ടർ DC 1 വർഷമായപ്പോ അതിന്റെ എക്സാം കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ടീച്ചർമാർക്ക് ഒരു നിർബന്ധം, വെറുതെ നിൽക്കേണ്ട റോയ്, ജോലിയൊന്നും ആവുന്ന വരെ പോയി BCom പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും പോയി BCom ജോയിൻ ചെയ്ത് പ്രൈവറ്റ് ആയിട്ട്. അങ്ങനെ BCom വരെ മുമ്പോട്ട് പോയി. ഇതിനിടയ്ക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അക്കൗണ്ട്, ടാലി, DTP ഇതൊക്കെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു. എന്നാൽ BCom എല്ലാ വിഷയവും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് പിശാചിന്റെ ചില ആലോചന എന്ന പോലെ നമുക്ക് നല്ലതായിട്ട് പെട്ടെന്ന് തോന്നിയെങ്കിലും ഞാൻ സാമ്പത്തിക പ്രശ്നം ഒരു പരിഹരിക്കാൻ വേണ്ടി ഈ നമ്മുടെ പെട്രോളൊക്കെ അടിക്കാമല്ലോ എന്നുള്ള വിചാരത്തിൽ ഒരു ചെറിയ ചിട്ടി തുടങ്ങി. ഒരുപക്ഷെ അത് വേണ്ട എന്ന് ചിലരൊക്കെ എന്നോട് പറഞ്ഞു. അത് എൻ്റെ കയ്യിൽ പൈസയല്ലേ, ഞാൻ ഈ BCom പഠിക്കുന്നിടത്ത് തന്നെ സാറിനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, സാറേ ഇച്ചിരി പൈസ മറിച്ച് തരാമെങ്കിൽ ഞാനൊരു ചിട്ടി തുടങ്ങാം, അപ്പൊ എനിക്ക് എന്റെ പെട്രോൾ അടിക്കാനുള്ള വഴിയൊക്കെ ആവുമല്ലോ എന്നൊക്കെ. അപ്പം സാറ് ചോദിച്ചു, അങ്ങനെ പ്രയോജനം ഉണ്ടോ, കുഴപ്പമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറയും കുഴപ്പമില്ല, നടത്തിയാൽ മറ്റൊന്നിനും എടുക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പിറ്റേന്നുകൊണ്ട് ഈ സാറ് 10,000 രൂപ എന്നെ റോയി 4 മാസം കഴിഞ്ഞ് നീ തന്നാ മതി, പലിശ ഒന്നും വേണ്ട എന്നാണ്. അങ്ങനെ ഇത് തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ 1.5 വർഷം കൊണ്ട് ഞാൻ ഏകദേശം 1 ലക്ഷം രൂപ പുറത്ത് കടക്കാൻ. കാരണം അത് ദൈവഹിതം അല്ലാത്തത് കൊണ്ട് അത് കാരണം പിന്നെ പലിശയ്ക്ക് എടുത്ത് ആൾക്കാർക്ക് ചിട്ടയ്ക്ക് കൊടുക്കുകയും, അപ്പോൾ അത് നമുക്ക് സമയത്ത് കിട്ടാതെ നമ്മൾ ഈ പലിശ കൊടുത്തു. പിന്നെ ഒരു കൈനറ്റിക്ക് പഴയ വണ്ടി എടുത്തു, ഈ വീല് പിടിപ്പിച്ചു. ഇങ്ങനെയൊക്കെ എന്തായാലും ആ ദൈവഹിതം അല്ല എന്നുള്ള ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ ആ ചിട്ടി അങ്ങ് പരാജയപ്പെട്ടു. അത് ചിട്ടി കുറഞ്ഞു വരികയാണ്. അപ്പൊ അങ്ങനെ പിന്നെ അതൊരു ലോൺ എടുത്തു, 1 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഈ ഞാൻ കൊടുക്കാനുള്ള പൈസയും കൊടുത്തു. ചിട്ടി ഞാൻ അവിടെ നിർത്തി. ചിട്ടി കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ വയനാട് ഒരു പ്രത്യേകത, നമ്മുടെ വയനാട് യൂണിയൻ ആയിട്ട് ഉള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എല്ലാവരോടും ചേർന്നൊരു പ്രാർത്ഥന. അത് വർഷത്തിലേക്കാണ് കൺവെൻഷനും എല്ലാ ഞായറാഴ്ചകളിലും ഓരോ വീടുകളിൽ വെച്ച് കൂട്ടായ്മ. ഒരു ദിവസം എന്നോട് ഒരു മർത്തോമയിലെ ഒരു സഹോദരൻ ചോദിച്ചു, അച്ഛാ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രയർ ഉണ്ട്, അച്ഛൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. ഞാൻ പറഞ്ഞു ഒക്കെ വരാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് പുറത്ത് ഒരു മീറ്റിങ്ങിന് പോവാം. അപ്പൊ അവിടെ ചിലപ്പോൾ 10-15 പേരുണ്ട്. അപ്പൊ ഞാനൊരു പെന്തക്കോസ്തുകാരനായതുകൊണ്ട് അവരെന്നോട് ചോദിച്ചു, വചനം അല്പം പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറയാം ഓക്കെ പറയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് പുറത്ത് വചനം പറയാം. നമ്മൾ സഭയെ സാക്ഷ്യം പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ വചനം പറഞ്ഞു. പിന്നെ എല്ലാ ഞായറാഴ്ചയും അങ്ങനെ തുടർന്ന് പോകാനിടയായി. ഈ ചെല്ലുമ്പോഴൊക്കെ മിക്കവാറും വചനം പറയാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വയലിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളും കവർ ചെയ്യാൻ അവസരം കിട്ടി. അപ്പം എല്ലാ വീടുകളിലും ദൈവവചനം പറയാൻ ദൈവാവസരം ഉണ്ട്. എഴുന്നേറ്റിരിക്കുമ്പോൾ കർത്താവ് വചനം തരുന്നു, അതൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് അറിഞ്ഞു കേട്ട് സമുദായത്തിലുള്ള ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി.
അപ്പൊ പറക്കോട് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു ഓർത്തഡോക്സിന്റെ പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവരൊക്കെ അറിഞ്ഞ് അവര് എന്നെ അറിയുന്നവർ അവിടെ വിളിച്ചു. അവരൊരു 10-16 കുടുംബമുണ്ട്, ഗ്രൂപ്പാണ്. ഓർത്തഡോക്സ് പള്ളിയുടെ ആണെങ്കിലും അവർ സെപ്പറേറ്റ് കൂടി ആരാധന നടത്തും. അപ്പൊ അങ്ങനെ എന്നെ വചനം പറയാൻ എല്ലാ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും വിളിച്ചു. അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പം ഞാൻ പോയി. ഇതങ്ങ് ഭയങ്കര വാർത്തയായി പറക്കോട്ട്. മറ്റൊന്നല്ല, നമുക്കറിയാലേ എല്ലായിടവും സഭാ സ്പിരിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഓർത്തഡോക്സുകാരുടെ വീട്ടിൽ പെന്തക്കോസ്തുകാരും കയറി പ്രാർത്ഥന നടത്തുന്നു, ഇതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ അത് അച്ഛന്മാരോടുള്ള പരാതി. അപ്പൊ അച്ഛന്മാർക്ക് ഇത് കേൾക്കും അടങ്ങിയിരിക്കാൻ പറ്റും, അവരെന്തെങ്കിലും പറയണ്ടേ. അപ്പൊ അങ്ങനെ ഒരു വീട്ടിലെ യോഗ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് ഒരു പ്രെയർ ഉണ്ട്, ഒരു 4 മണി. ഒരു 3-4 സഹോദരന്മാരേ ഉള്ളൂ. അവർക്ക് അല്ലാത്ത ദിവസം വരാൻ പറ്റാത്തതിന് എന്നോട് പറഞ്ഞു വരാമോ. ഞാൻ പറഞ്ഞു വരാമെന്നോ. അങ്ങനെ ഒരു ദിവസം ഞാൻ, ഇപ്പൊ ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ വരത്തില്ല, എനിക്ക് അവിടെ വയലൊരു പ്രാർത്ഥന ഉണ്ടെന്ന്, നിങ്ങൾ കൂടിക്കോളാം. അങ്ങനെ അവർ ആ ദിവസം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് 2-3 വണ്ടിയിൽ ആൾക്കാർ, അച്ഛനും അതിന്റെ ബന്ധപ്പെട്ടവരെല്ലാം അവിടെ വന്നു. പക്ഷെ അവര് വന്നപ്പോൾ അവർ എന്നെ കണ്ടില്ല. അപ്പൊ ഇങ്ങനെ അവരോടൊക്കെ പറഞ്ഞ ആളോട് വരുന്നുണ്ടല്ലോ, ഇനി മേലെ അവിടെ കയറ്റെന്ന് പറഞ്ഞ് അവരെന്നൊക്കെ സത്യമൊക്കെ ചെയ്യിപ്പിച്ചു. അങ്ങനെ മുമ്പോട്ട് പോയി. കുറച്ചു നാൾ കഴിയുമ്പം അതേ പള്ളിയിൽപ്പെട്ട ഒരു അച്ചായൻ, പേരൊന്നും പറയുന്നില്ല, പറക്കോട്ടുള്ള അദ്ദേഹം നമ്മുടെ വയലായി വന്നിട്ട് ഒരു ദിവസം വൈകിട്ട് എന്റെ പേര് വിളിച്ച് റോഡിലോട് കയറി വരാം. അപ്പൊ ഇദ്ദേഹത്തിന് എന്നെ വാസ്തവത്തിൽ വ്യക്തമായിട്ട് അറിയത്തില്ല, ആരൊക്കെയോ പറഞ്ഞു കേട്ടുള്ള പരിചയമായിരിക്കാം. അപ്പൊ എന്റെ പപ്പ പറഞ്ഞു, അവൻ കയറി പറഞ്ഞു ഇനി വണ്ടി എടുത്തോണ്ട് വേണ്ട അങ്ങോട്ട് വരാൻ, ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പൊ ഈ ഇദ്ദേഹം വിട്ടത് പോയി. ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് വിട്ടത്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ വീണ്ടും വന്നു, റോയി റോയി എന്താണ് വിളിച്ചിട്ട് പെട്ടെന്ന്, നീ ഇനി പറക്കോട്ട് ഞങ്ങളുടെ വാർഡിൽ കയറി കളിച്ച നിന്നെ അവിടെ ഇട്ട് കൊല്ലുന്നു. ഇത്രയും പറഞ്ഞ് കഥ പറഞ്ഞപ്പോഴത്തേക്ക് ആള് ബൈക്ക് സ്റ്റാർട്ടാക്കി വിട്ടുപോയി. അന്നേരം അദ്ദേഹത്തിന്റെ കൂടെ വേറെ ആളോട് ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ടാ ഇത്രയും പറഞ്ഞു. അപ്പം ജസ്റ്റ് അപ്പൊ ആദ്യമല്ലേ വിളിച്ചത് കൊണ്ട് ആളിനെ കണ്ടാ അറിയാം, അത്രേ ഉള്ളൂ. അല്ല എനിക്ക് വലിയ പരിചയമില്ല. അങ്ങനെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ കഥ അടച്ചു കണ്ടപ്പോ വീണ്ടും അതേപോലെ വന്ന് വിളിച്ച് പറഞ്ഞു, നീ പറക്കോട്ട് കയറി കളിച്ചാൽ നിന്നെ ആ വീട്ടിൽ ഞങ്ങൾ തട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ പള്ളിയിലെ അറിയുന്ന എന്റെ സഹോദരങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങളെല്ലാണ്ട് അറിഞ്ഞുകൊണ്ടാണ് എന്നെ കൊല്ലാൻ ആളിനെ വിളിച്ചു എന്നൊക്കെ സ്നേഹമുള്ളവരോടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വിടുപോയി, അത് ആരാ അങ്ങനെ വന്ന് പറഞ്ഞേ, ഞങ്ങൾ അറിഞ്ഞതല്ല, ഞങ്ങൾ അങ്ങനെ പറയുമോ, ആളിനെ ഒന്ന് പറയാമെങ്കിൽ എന്ന് കണ്ടതല്ലേ, ഒന്ന് പറയാമെങ്കിൽ ഞങ്ങൾ ചോദിക്കാമോ. ഞാൻ പറഞ്ഞു ചോദിക്കാനും വേണ്ട, എന്റെ ജോലി സുവിശേഷം പറച്ചില്, അവരുടെ ജോലി കൊല്ലുകയാന്ന് കൊന്നോട്ടെ, കൊല്ലുന്നവരെ ഞാൻ സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയൊന്നും ശ്രമിക്കുന്നില്ല, ഞാൻ കർത്താവിന്റെ വേല മാത്രമേ ഇനി ചെയ്യുന്നുള്ളൂ, സുവിശേഷ വേല എനിക്ക് ചെയ്യണം എന്നൊരാഗ്രഹം. അങ്ങനെയാണ് തീരുമാനം എടുക്കാൻ കാര്യം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിലും ആ ഒരു തീരുമാനം എടുക്കാൻ അതൊരു മുഖാന്തരം. അപ്പൊ വാസ്തവത്തിൽ ഞാൻ ജനിച്ച് 10ാമത്തെ ദിവസം എന്റെ പപ്പായും മമ്മിയും പറഞ്ഞതാണ് എന്നെ സുവിശേഷ വേലയ്ക്ക് വിടാം. പക്ഷെ പിന്നീട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു, നടക്കാൻ നോക്കത്തില്ല. അപ്പൊ ആ ഒരു ചിന്തയെ അവിടെ അങ്ങ് വിട്ടതാണ്. പക്ഷെ തമ്പുരാൻ ആ പദ്ധതി മാറ്റി. അപ്പൊ ഞാൻ ഈ കമ്പ്യൂട്ടർ പഠിക്കുമ്പോഴേ എന്നോട് ഈ കൂട്ടുകാർ പറയും, റോയ്ക്ക് ജോലി കിട്ടും, റോയ് വയ്യാത്ത ആളായിട്ട് പഠിച്ചിറങ്ങിയ ഉടനെ ജോലി കിട്ടും. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ സുവിശേഷ വേല ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്, ദൈവം എനിക്ക് ഈ പഠിത്തം തന്നതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. ഞാനിപ്പോ ഈ 2ാം ക്ലാസ് പഠിച്ചിട്ട് ഒരു സുവിശേഷ വേലയ്ക്ക് പോയാൽ ഒരു പക്ഷേ കുറച്ച് ആൾക്കാരെങ്കിലും പറയും വേറെ എന്തോ ചെയ്യാനാ, പഠിത്തവും ഇല്ല കഴിവില്ല, അപ്പം പിന്നെ സുവിശേഷ വേലയല്ലേ പറ്റുള്ളൂ എന്ന ആൾക്കാർ പറയും എന്നുള്ളത് ദൈവം എനിക്ക് അത്യാവശ്യമുള്ള വിദ്യാഭ്യാസം തന്നതാണ്. അതുകൊണ്ട് ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്കത് പ്രശ്നമൊന്നുമില്ല, ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് ഞാൻ എന്റെ കൂട്ടുകാരോട് പറയും, സുവിശേഷക്കാരോട് പറയുമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ പിന്നെ എംപ്ലോയ്മെന്റ് പേരൊന്നും പുതുക്കിയില്ല, അങ്ങനെ തീരുമാനം എടുത്തു. അങ്ങനെ എന്നെ വിളിക്കുന്ന, അത് ഏത് സഭയാണെന്ന് വ്യത്യാസം കൂടാതെ എവിടെ ആര് വിളിക്കുന്നു അവിടെ ചെന്ന് സുവിശേഷം പറയുക. അപ്പൊ എന്റെ തീരുമാനം ഇത്രയേ ഉള്ളൂ, യഥാർത്ഥ ദൈവവചനത്തിന്റെ സത്യം മറ്റുള്ളവർ അറിയണം. അത് ക്രിസ്ത്യാനി ആയാലും അക്രൈസ്തവരായാലും ആരായാലും സത്യവചനം മറ്റുള്ളവരെ അറിയുക. അത് ഞാൻ വചനത്തിൽ നിന്ന് ഗ്രഹിച്ച കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുക. അംഗീകരിക്കോ അംഗീകരിക്കാതിരിക്കോ അത് അവരവരുടെ ഇഷ്ടം. ഇതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പൊ അതിന് എവിടെ അവസരം കിട്ടുന്നു, ആരും ഞാൻ നിർബന്ധിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല, എന്നാൽ വിളിക്കുന്നിടത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് ആൾക്കാർ വിളിക്കും. ഒരു ദിവസം ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ വാസ്തവത്തിൽ പള്ളിയുടെ മീറ്റിംഗാ, എന്നെ അവിടെ വിളിച്ചു. ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ അച്ഛനും വന്നു എന്റെ അടുത്ത് ഇരുന്നു. അപ്പൊ അച്ഛൻ അവരോട് ചോദിച്ചത്, ആരാണ് ഇദ്ദേഹത്തെ വിളിച്ചത്? അപ്പൊ അവർ പറഞ്ഞു അറിയത്തില്ല. അപ്പൊ വീട്ടുകാരോട് ചോദിച്ചു, ആരാ ഇദ്ദേഹത്തെ വിളിച്ചത്? അപ്പൊ എന്നോടും ചോദിച്ചു ആരാ വിളിച്ചത്? ഞാൻ പറഞ്ഞു ഈ വീട്ടിലുള്ളവരാണ്. അപ്പൊ വീട്ടുകാരോട് ചോദിച്ചു ആരാ വിളിച്ചത് ചോദിച്ചു. അപ്പം അവിടുത്തെ അച്ചായൻ പറഞ്ഞു, എന്റെ മകന്റെ കൂട്ടുകാരനാണ്, അവൻ ഞങ്ങൾ വിളിച്ചതാണ്.
അപ്പൊ അച്ഛൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇവിടെ ഇപ്പൊ കൂട്ടുകാരനായിട്ട് വിളിക്കും, ഇച്ചിരി കഴിയുമ്പം മറ്റുള്ളവർ ഇത് കണ്ട് വിളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ മീറ്റിങ്ങിൽ ഇനി വേറെ ആരും വേണ്ട. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഞങ്ങളുടെ മീറ്റിംഗ് ഒന്നും വരരുത് എന്ന് പറഞ്ഞു. ഞാൻ പറയും, ഇല്ല അച്ഛാ, എന്നെ വിളിച്ചാലേ വരുവുള്ളൂ. അപ്പൊ പുള്ളി കാര്യം മനസ്സിലായി. പുള്ളി അപ്പൊ ജനത്തോട് പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു കേട്ടല്ലോ, വിളിച്ചാൽ വരുമെന്ന്. അപ്പൊ നിങ്ങളാരും ഇനി എന്ത് ചെയ്യരുത്, വിളിക്കരുത് എന്ന് ജനത്തോടും പറഞ്ഞു. അച്ഛൻ 10 മിനിറ്റ് വചനവും പറഞ്ഞു അച്ഛനങ്ങ്. അച്ഛൻ പുറത്തിറങ്ങിയപ്പോ ഈ വീട്ടുകാരൻ ഇറങ്ങി എന്തൊക്കെയോ അച്ഛനെ പള്ളു പറഞ്ഞു. കാരണം അവര് വിളിച്ച ആളല്ലേ. അപ്പൊ അച്ഛൻ പറയുന്നത് ഞാനിങ്ങനെ കേട്ടു, ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങ് പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആരൊക്കെ വിളിക്കുന്നോ, ഏത് സഭാ വ്യത്യാസം കൂടാതെ ഞാൻ എവിടെയും പോയി ഇന്ന് വരെ കർത്താവിന്റെ വചനം പറയുന്നു. ഇപ്പോൾ പരസ്യയോഗത്തിന് പോകുന്നുണ്ട്. HMI എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സംഘടന, നമ്മുടെ പെന്തക്കോസ്തുകാരെല്ലാവരും ചേർന്ന് ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ, അതിന്റെ അടൂർ റീജിയന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു ഇപ്പോൾ. അങ്ങനെ അതിന്റെ വകയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പരസ്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് പോകുന്നു. വയലാ ദൈവസഭയുടെ സെക്രട്ടറി ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. സഭയുടെ ശുശ്രൂഷ ഇന്ന് വരെ അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അത് ദൈവഹിതം എന്താണോ നാളെ ഞാനെല്ലാം തമ്പുരാന്റെ വേണ്ടി വിടുകയാണ്. കാരണം ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞാൽ ഞാൻ ബൈബിളെ പഠിച്ചിട്ടില്ല. പക്ഷെ കൃപയാല എവിടെ കർത്താവ് നിർത്തുന്നോ ദൈവവചനം പറയാനുള്ള അവസരം ദൈവം തരുന്നുണ്ട്. ആ കർത്താവിന്റെ വചനം നാവിൽ തരുന്നു. ഇന്നലെ ഞങ്ങളുടെ കർത്താവിന്റെ സഭയെ വരാൻ പറ്റിയില്ല, സഭയെ നടത്തിയ ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള കൃപ ദൈവം തരുന്നു. മുമ്പോട്ട് എല്ലാവരും പഠിക്കണമെന്നും പലരും പറഞ്ഞെങ്കിലും എന്തോ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയില്ല. ദൈവം ഇങ്ങനെ നടത്തും. അപ്പൊ എന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, സുവിശേഷം അറിയിക്കുക. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ ആൾക്കാർ വരിക, സുവിശേഷം എല്ലാം കേട്ടോട്ടുണ്ടല്ലോ, ഞങ്ങൾ പള്ളിയിലാണല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ബൈബിള് വായിക്കും. പക്ഷേ യഥാർത്ഥ സത്യം മനുഷ്യൻ ഇന്ന് തിരിച്ചറിയുന്നില്ല എന്നൊരു കുറവ് നമ്മുടെ ജനത്തിനിടയിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ നന്നായി ഓടി, സത്യമാണ്, നിങ്ങളുടെ ഓട്ടം സത്യമാണ്, പക്ഷേ സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആരാണ് തടുത്തത്? ഇതാണ് നമ്മുടെ വാസ്തവത്തിൽ ക്രിസ്ത്യാനിയുടെ ഇടയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതാണ്, എല്ലാവരും ഓടുന്നുണ്ട്, നന്നായി അധ്വാനിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥന, പക്ഷെ എങ്കിലും പലപ്പോഴും ജനത്തിന് ആ സത്യം അനുസരിക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല. അസത് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിലാണ് പറഞ്ഞത്, യോസേപ്പ് ദാവീദിന്റെ കുലത്തിൽപ്പെട്ടവനായതുകൊണ്ട് തന്റെ ഭാര്യയോട് കൂടെ അവൻ ബേഥലഹേമിലേക്ക് യാത്ര പുറപ്പെട്ടെന്ന്. അപ്പൊ വാസ്തവത്തിൽ പേര് ചാർത്തപ്പെടേണ്ടതിന് അവിടെ നിർദ്ദേശിച്ചപ്പോ യോസേപ്പിന് വേണമെങ്കിൽ എന്തെങ്കിലും ഉപാധി പറഞ്ഞ് പോകാതിരിക്കാൻ മതി. കാരണം പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയും കൊണ്ട് അത്രയും നടന്ന് എവിടെ ഡെലിവറി നടക്കുമെന്ന് അറിയത്തില്ല. പല ഉപാധികൾ തനിക്ക് പറഞ്ഞ് ഒരുപക്ഷെ ആ വർഷം തന്റെ പേര് രജിസ്റ്റർ ചെയ്തില്ലേലും വേണ്ട എന്ന് തനിക്ക് വേണേ വെക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ യോസേപ്പ് നിശ്ചയിച്ചിരുന്നെങ്കിൽ വാഗ്ദത്ത സ്ഥലത്ത് വാഗ്ദത്ത സന്തതിക്ക് ജനിക്കാൻ പറ്റില്ലായി. പക്ഷെ യോസേപ്പിന്റെ അനുസരണമാണ് ഉപാധി കൂടാതെ തന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് താൻ ബേഥലഹേമിലേക്ക് പോയത് കൊണ്ട് വാഗ്ദത്ത പ്രകാരം യേശുക്രിസ്തു ബേഥലഹേമിൽ ജനിച്ചു. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിച്ചെങ്കിൽ മാത്രമേ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിറവേറാൻ പറ്റും. ക്രിസ്തു ചില കുടുംബങ്ങളിൽ ഉരുവാകണമെങ്കിൽ, ക്രിസ്തു ചില ഹൃദയങ്ങളിൽ ഉരുവാകണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ വചനം അനുസരിച്ചെങ്കിൽ മാത്രമേ നടപ്പിലാകുന്ന എന്റെ ചിന്ത. അപ്പൊ ആ ഒരു ഒറ്റ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. ഒത്തിരി പഠിച്ച് വലിയ തിയോളജി പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഏറ്റവും കുറഞ്ഞ പക്ഷം സത്യത്തിന്റെ പാതയിലേക്ക് ജനം ഒന്ന് കടന്നു വരണം. മാത്രമല്ല നമുക്കറിയാം, ഈ ലോകത്തിലെ സംഘടന, അതേത് സംഘടന ആയിരിക്കും, ഈ സംഘടന ഒന്നും നമ്മളെ നിത്യതയിൽ കൊണ്ടുപോകത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം ശക്തമായി നാം അനുസരിച്ചെങ്കിൽ മാത്രമേ, പാലിച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് പോകാൻ നിൽക്കും എന്നുള്ള സത്യം എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് സഭാ വ്യത്യാസം കൂടാതെ, അതിന് പെന്തക്കോസ്തുകാരുടെ ആയാലും മറ്റു ഇതര സമുദായക്കാരാണെങ്കിലും അതൊരു ഹൈന്ദവ സഹോദരങ്ങളാണേലും പറയാൻ എവിടെ അവസരമുണ്ടോ ആ സത്യം പറയുക. അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ അത് അതേത് വ്യക്തികളുടെ തീരുമാനമാണ്. നമ്മുടെ കർത്താവ് ആരെയും നിർബന്ധിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞവരോട് കർത്താവ് പറഞ്ഞു, നീ വന്നൊന്ന് കാണ്, നീ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ എന്റെ പക്കലൊന്നുമില്ല. നീ എന്നെ അനുഗമിച്ച് എന്റെ കൂടെ വന്നാൽ നീ ചിന്തിക്കുന്ന നിലവാരത്തിൽ പാർക്കാനുള്ള ഒരു ഇടമോ സാഹചര്യങ്ങളോ ഒരുപക്ഷെ എന്റെ മുമ്പിൽ, അവിടെ നീ വന്നു കാണാൻ. അപ്പൊ ഒരുപക്ഷെ പലരുടെയും ചിന്ത, ഈ കർത്താവിനെ അനുഗമിച്ചാൽ ഇറങ്ങിത്തിരിച്ചാൽ ഇവിടെ എന്തൊക്കെയോ ലഭിക്കുമെന്നുള്ളതായ ചില ചിന്തകളാണ് പലരും ഈ ആവേശത്തോടെ ഇറങ്ങുന്നത്. പക്ഷേ അങ്ങനെ ആവേശത്തോടെ ഇറങ്ങിയവരെ ഒന്നും കർത്താവ് നിർബന്ധിച്ചിട്ടില്ല.
അവരോടൊക്കെ തക്കതായി മറുപടി കൊടുത്തു. എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കി സത്യം തിരിച്ചറിഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് നാം ദൈവത്തെ സേവിക്കുന്നത് എന്നുള്ളത് ബോധ്യം നമ്മുടെ അകത്ത് വന്നിട്ട് നാം യേശുവിനെ സ്വീകരിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും എന്തെല്ലാം പ്രതികൂലം വന്നാലും ആ വ്യക്തിക്ക് പിന്നെ പിന്മാറാൻ പറ്റും. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്റെ ഉദ്ദേശത്തോട് ഈ സത്യം മറ്റുള്ളവരെ എങ്ങനെയും പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടെ ഇന്ന് വരെ പോകുന്നു. കൃപയാൽ ഈ പഴയ വാഹനം കിട്ടിയ ശേഷം പിന്നീട് ഒരു വണ്ടിയൊക്കെ മേടിച്ചു. അങ്ങനെ 3 വീലർ സ്കൂട്ടറിൽ എവിടെ വേണേലും യാത്ര ചെയ്യാൻ ആരോഗ്യം ദൈവം തന്നു. ആരോഗ്യം എന്ന് പറയുമ്പം ഓർക്കണം, നടുവിന് വാസ്തവത്തിൽ ബലമില്ല. കൈവിട്ട് എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം ചലനം ഉള്ളിടത്ത് കൈവിട്ടിരിക്കാൻ പറ്റില്ല, നടുവിന് ബലമില്ല. പക്ഷേ ഈ അടൂരിൽ നിന്ന് വയലയിൽ നിന്ന് വണ്ടി വിട്ട് തൃശ്ശൂർ വരെ ഒറ്റ ട്രിപ്പ് വണ്ടി ഓടിച്ചു പോകാൻ. എൻ്റെ അനുജത്തിന്റെ വീട് തൃശ്ശൂരാണ്. മാത്രമല്ല സഭയുടെ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ ഇവിടുന്ന് പോകും. ഒരിക്കൽ ഞാൻ രാവിലെ അടൂരിൽ നിന്ന് വയലായിൽ നിന്ന് 4 മണിക്ക് എന്റെ വണ്ടി വിട്ടെന്നൊക്കെ 8:30 ഞാൻ മാറ്റാമ്പുറം ചർച്ചിൽ തൃശ്ശൂര് മാറ്റാമ്പുറം എന്ന സ്ഥലത്ത്. അപ്പൊ വളരെ അന്ന് ധൃതിക്ക് പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി ചെറിയ സ്പീഡിൽ അന്ന് വണ്ടി വിട്ടത് ക്ലാസ്. ഞാൻ പറഞ്ഞത് അതെന്റെ കഴിവ് പറഞ്ഞല്ല, എന്റെ ഈ കഴിവില്ലായ്മയിലും അങ്ങനെ വാഹനം ഓടിച്ചു പോകാനുള്ള ഒരു ആരോഗ്യം ദൈവം തന്ന് ഇന്ന് കേരളത്തിന്റെ എവിടെയാണെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും പോയിട്ടുണ്ട്, പവർ ഛത്രം വരെയൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അതിനപ്പുറം ആരും വിളിച്ചാലും നമ്മെ പോകുന്നതിന് ദൈവം ഇതുവരെ പഠിപ്പില്ല, ആ വാഹനത്തെ പോകുന്നു. അപ്പൊ പലരും എന്നെ മടിപ്പിച്ചിട്ടുണ്ട്, ഇത്രയും ദൂരമൊക്കെ പോകുമ്പോ ഈ വണ്ടിക്ക് വല്ല കേടുവന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു, അങ്ങനെ മുൻകൂട്ടി നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നമുക്കൊരു യാത്രയും ചെയ്യാൻ പറ്റും. അങ്ങോട്ട് പോയാൽ അവിടെ എന്ത് സംഭവിക്കും, അങ്ങനെ ചിന്തിച്ചാൽ എങ്ങോട്ട് പോകാൻ എനിക്ക് കഴിയത്തില്ല. അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും വന്നാൽ ആ സമയത്ത് ആ കാര്യം തമ്പുരാൻ നോക്കിയാൽ പരിഹാരം ദൈവം ഒരുക്കും എന്ന് അവരോട് ഞാൻ മറുപടിയും പറഞ്ഞു. കൃപയാൽ ഇന്ന് വരെയും കർത്താവ് അങ്ങനെയാണ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവകൃപയാൽ ഇങ്ങനെ സാധാരണഗതി സുവിശേഷമായിട്ട് പോകുമ്പോൾ വീട്ടിലും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചോദിക്കും, വിവാഹം കഴിക്കണ്ടായോ? അപ്പൊ വയസ്സ് 30 കഴിഞ്ഞ് എനിക്ക് എൻ്റെ 32 വയസ്സ് കഴിയുമ്പം വിവാഹം കഴിക്കണ്ടായോ, ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുക എന്നൊക്കെ ആൾക്കാർ. അപ്പൊ ഞാൻ അവരോട് പറയാം, അങ്ങനെ ഒരു നിയോഗം ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വന്നോളൂ, നമ്മൾ അതിനുവേണ്ടി പത്രത്തിൽ കൊടുക്കുമ്പോൾ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ എന്നോട് പറയുന്നവരുടെ മറുപടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ സഹോദരി സൗദിയിലുണ്ട്. അപ്പൊ ആ സഹോദരിയുടെ സഭയിൽ പാലായിൽ ഏജിയിലുള്ള പാസ്റ്ററുടെ സഹോദരിയും അവരൊരുമിച്ച് കൂട്ടായിരുന്നു. അപ്പൊ ഒരിക്കൽ എൻ്റെ സഹോദരിയും ആളിയനൂടെ നാട്ടിൽ വന്നപ്പോൾ അവരെന്തോ സാധനം കൊടുത്തു വിട്ടു, ആങ്ങളുടെ കൊടുക്കാൻ എന്ന് പറയാം, പാലായിൽ ഏജിൽ ഇരിക്കുന്ന പാസ്റ്ററായി കൊടുക്കാൻ വേണ്ടി സാധനം കൊടുത്തു. നോക്കണം, 100 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഈ 100 കിലോമീറ്റർ വ്യത്യാസത്തിൽ ആ പാസ്റ്റർ ഇവിടെ വന്ന് ഈ സാധനം വാങ്ങാൻ വേണ്ടി കൊടുത്തു വിട്ടതാണ്. അങ്ങനെ ഇവിടെ വന്ന് അദ്ദേഹം സാധനം വാങ്ങാൻ വന്നു. ഞാൻ വീട്ടിലായിരുന്നു, എന്നെ കണ്ടില്ല. അപ്പൊ എൻ്റെ അളിയന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ സഭയിലാണ്, പെൺകുട്ടിയുണ്ടോ? എൻ്റെ ഒരു അളിയനുണ്ട്, ഇന്ന അവസ്ഥയാണ്, ആൾ എന്നെ കണ്ടില്ല പക്ഷെ ഇന്ന അവസ്ഥയാണെന്ന്. അപ്പൊ അന്ന് ഇപ്പോഴത്തെ എൻ്റെ വൈഫിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കൊച്ചുണ്ട്, ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കട്ടെ, ഞാൻ പറയാം. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു എൻ്റെ വൈഫ് ലിസിയോട് ഈ കാര്യം പറഞ്ഞു. അപ്പൊ അവര് വാസ്തവത്തിൽ പാലായില് മരുങ്ങാട്ടുപള്ളി എന്ന സ്ഥലത്ത് അവർ കത്തോലിക്കനാണ്. എവള് മാത്രം ഏകയായിട്ട് പെന്തക്കോസ്തിലേക്ക് ഇറങ്ങിയത്. തടസ്സങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും തമ്പുരാൻ അവളെ വേർതിരിച്ചു. അങ്ങനെ പാലാ ഏജി ചർച്ചിൽ അവള് ശക്തമായിട്ട് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഏജി പോകുമ്പോ തന്നെ വീട്ടുകാര് ഒത്തിരി കല്യാണം സമുദായത്തിൽ നിന്ന് ആലോചിച്ചു. അപ്പോഴൊക്കെ അവൾ അതെല്ലാം ഓരോ ഉപാധികൾ പറഞ്ഞ് തട്ടിമാറ്റി. അപ്പൊ ലാസ്റ്റ് ഒരു കല്യാണം വന്ന് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിൽ 2 കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടു വീട്ടുകാർക്ക്. അവര് സന്തോഷത്തോട് പോയതാണ്. പക്ഷെ അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം അങ്ങ് ചെയ്തു, ഞാൻ അമ്മയുടെ പേരിൽ ഒരു ലെറ്റർ അങ്ങ് അയച്ചു, ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. അങ്ങനെ അല്ലാതെ വീട്ടുകാരുടെ പറഞ്ഞാൽ കേൾക്കത്തില്ല. അങ്ങനെ അവളൊരു ലെറ്റർ അമ്മ എഴുതി അയച്ചു. എന്തായാലും അങ്ങനെ ആ വിവാഹം അങ്ങ് മാറി. അപ്പൊ അവർക്ക് ബന്ധക്കോസ്തിൽ തന്നെ വേണം, അതാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അത് വെച്ചാണ് പാസ്റ്റർ ഇക്കാര്യം പറഞ്ഞത്. അവിടെ ചെന്ന് പറഞ്ഞപ്പം അവരൊക്കെ പറഞ്ഞു, വിശ്വാസികളൊക്കെ പറഞ്ഞു വന്ന് കാണട്ടെ, വന്ന് കണ്ട ശേഷം നമുക്ക് നിശ്ചയിക്കാം. അപ്പൊ ആ പാസ്റ്റർ പറഞ്ഞു, ഇത്രയും ദൂരം വയ്യാത്ത ഒരാൾ വാഹനം ഓടിച്ചിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ വേണ്ട എന്ന് പറഞ്ഞതിനേക്കാൾ നിങ്ങൾക്ക് പൂർണ്ണ താല്പര്യം ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അവള് പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പൊ എവരുടെ വീട്ടിൽ പോയി, അന്നേരം വീട്ടിൽ വണ്ടി കറച്ച് ബുദ്ധിമുട്ടാണ്. അവള് പാസ്റ്റേജ് വന്നു. ഞാൻ ഇവിടുന്ന് എൻ്റെ വണ്ടി ഓടിച്ച് 100 കിലോമീറ്റർ ദൂരമുണ്ട്. കൃപയാൽ പാസ്റ്റേജ് ചെന്ന് കണ്ടു. അവൾക്ക് താല്പര്യമായി. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ
2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് കൊണ്ട് ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ഇടയായി. ഈ 2 ആഴ്ച കൊണ്ട് നടത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെങ്ങൾ വലിയ തിരിച്ചു പോകണം. അവര് പറഞ്ഞ് നടത്തുന്നെങ്കിൽ അതിന് മുമ്പ് നടത്തണം. അങ്ങനെ വേഗത്തിലാ കല്യാണം. അപ്പൊ അവർ വീട്ടുകാരൊക്കെ ഞാൻ വയ്യാത്തതായതുകൊണ്ട്, ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് അവളോട് പറഞ്ഞു, ഒരിക്കലും ഞങ്ങളുടെ ഒരു നിർബന്ധത ഞങ്ങൾ നടത്തത്തില്ല, നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ നാളെ എന്തൊരു കുഴപ്പം വന്നാൽ ഞങ്ങൾ പിന്നെ നടത്തിയത് പറയരുത്. അപ്പൊ അവള് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിവാഹം ക്രമീകരിച്ചു. ദൈവകൃപയാൽ 2008 വിവാഹം കഴിയുവാൻ എത്തും. അപ്പൊ അന്ന് വലിയ വരുമാനം ഒന്നുമില്ല. ഞാൻ അവരോട് പറഞ്ഞ പാസ്റ്റൊന്നും അല്ല, ഞാനൊരു ചെറിയ സുവിശേഷകനാണ്, ഇതൊക്കെയാണ് എന്റെ സുവിശേഷത്തിന്റെ പ്രവർത്തന രീതി എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും അന്നേരം അവർക്കൊരു വിഷയമല്ലായിരുന്നു. കൃപയാൽ അങ്ങനെ വിവാഹം നടന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. 2009 ഒരു മോള്, 2010 2 കുഞ്ഞുങ്ങളെ തന്നു. മൂത്തവർക്ക് റൂബി എന്ന് പേര്. അവളിപ്പോൾ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിട്ടിരിക്കുന്നു. ഇളയ മോക്ക് റിയ എന്ന് പേര്. അവളിപ്പോൾ 9ലും എക്സാം എഴുതി നിൽക്കുന്നു. കൃപയാൽ ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തുവാനായിട്ട് തന്നു. അങ്ങനെ അന്ന് തൊട്ട് ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നു. കഴിഞ്ഞ 2-3 കൊല്ലത്തിന് വീണ്ടും ഒരു ചെറിയ ആക്സിഡന്റിലൂടെ പറ്റാനിടയായിരുന്നു. ഞാൻ ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്ന വഴി ഒരു കയറ്റം കയറി വരുമ്പോൾ, മെയിൻ റോഡാണ് നമ്മുടെ ഏഴംകുളം ഏനാത്ത് റോഡാണ്, പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ചെറിയ വിട്ട് വരികയാണ്. ആ കയറ്റം കയറി വന്നപ്പോ ഈ സൈഡ് വീലിന്റെ ആക്സിൽ അങ്ങ് ഒടിഞ്ഞിട്ട് ഈ വീല് ഊരി അങ്ങ്. അങ്ങനെ സൈഡ് വീൽ ഊരി പോയാൽ പിന്നെ എനിക്ക് കാല് കുത്താക്കത്തില്ല, വണ്ടി പോയി മറിയുക. എന്തായാലും വണ്ടി വലത്തെ സൈഡിലോട്ട് മാറി, ആ സൈഡിൽ പോയി മറിഞ്ഞു. അങ്ങനെ എന്റെ കൈ തറയിൽ അടിച്ചതായിരിക്കാം, പുറമേ ഒരു മുറിവൊന്നുമില്ല. പക്ഷെ ഞാൻ കൈ പൊക്കിയപ്പം കൈ പോരുകയാണ്. അപ്പൊ എന്റെ നരമ്പ് പൊട്ടിപ്പോയി, അകത്തെ മുട്ടിന്റെ നരമ്പ് പൊട്ടിയിട്ട് കൈ വിട്ടു പോരുക. എങ്കിലും ഞാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഓട്ടോ കൊണ്ട് നിർത്തി, ഓട്ടോ കയറി വീട്ടിൽ വന്നു. പിന്നെ ചേട്ടനെ വിളിച്ചുകൊണ്ട് മറ്റൊരു വണ്ടിയിൽ പോയി എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കൈമുട്ടിന്റെ നരമ്പ് വിട്ടുപോയി, ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അവർക്ക് ECG എടുക്കണം. ECG എടുത്തപ്പോൾ കുഴപ്പമുണ്ടെന്ന് പറയുന്നു. അപ്പൊ എക്കോ എടുക്കണം എന്ന് പറഞ്ഞു. എക്കോ എടുത്തപ്പോൾ ആ ഡോക്ടർ പറയും അതിലും കുഴപ്പമുണ്ട്, ഇനി വേറെ ഏതെന്തൊക്കെ എടുക്കണം. ഞാൻ പറഞ്ഞു ഡോക്ടർ കാര്യം ചെയ്യും, ഉള്ള എടുത്തതിന്റെ റിപ്പോർട്ട് ചെയ്താ എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ റിപ്പോർട്ട് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർമാരെല്ലാം ആലോചിച്ചിട്ട് പറഞ്ഞു കാര്യം ചെയ്യും, കൈ മാത്രം മരവിപ്പിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ കൃപയാൽ അങ്ങനെ മരവിപ്പിച്ച് അത് ഓപ്പറേഷൻ ചെയ്തു. ഒരു 5-6 മാസം വീട്ടിൽ അങ്ങനെ ഇരുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണമായിട്ട് ദൈവം സൗഖ്യം തന്നു. അങ്ങനെ മുൻപോട്ട് പോയി. ഈ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം തോന്നുന്നു, വീണ്ടും കഴിഞ്ഞ വർഷം തോന്നുന്നു, ഞങ്ങൾ തൃശ്ശൂർ പോയിട്ട് എന്റെ മൂത്ത മോളുമായിട്ട്, ഇപ്പൊ ഞങ്ങൾക്ക് 4 പേരും കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. മറ്റേ ഞങ്ങൾ 4 പേരായിരുന്നു 2-3 വർഷത്തിന് മുമ്പേ. ഞങ്ങൾ 4 പേരോട് എല്ലായിടും പോകുന്നു. അപ്പൊ ഇപ്പം കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ട് 3 പേർക്കേ അത്യാവശ്യം പറ്റുള്ളൂ. അപ്പൊ ഞാനും എന്റെ മൂത്ത മോളും കൂടെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴി ചെറിയൊരു കിടുകിട ശബ്ദം ഉണ്ടെങ്കിലും എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ വന്ന വഴി സൈഡ് വീൽ പഞ്ചറായി. ഞാനിങ്ങനെ പോയി ആലപ്പുഴ ഭാഗത്ത് വന്ന് പഞ്ചർ ഒട്ടിച്ചു. പോരുമ്പോഴും ഈ ശബ്ദമാണ്. ഞാനിങ്ങനെ വിട്ടു പോരുകയാണ്. വീട്ടിൽ വന്നു കയറി ഞാൻ ഇറങ്ങിയിട്ട് നോക്കി എന്തായി ശബ്ദം. നോക്കിയപ്പം ആ സൈഡിൽ ഷോക്ക് ഒടുങ്ങിയിരിക്കുക. വാസ്തവത്തിൽ ആ ഷോക്ക് ഒടുങ്ങിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ആ പഴയതുപോലെ ഞങ്ങൾ തെറിച്ചുപോയി വീണേ. പാസ്റ്റർക്ക് അറിയാമല്ലോ, അപ്പം നമ്മള് തൃശ്ശൂർ നിന്ന് വരുന്ന വഴി മൊത്തം മെയിൻ റോഡുകളാണ്, വണ്ടികൾ തരതരി ഓടുക. അപ്പം അതിന്റെയൊക്കെ മുമ്പിൽ വീണാ പിന്നെ ഒന്നും നോക്കാതില്ല. പക്ഷെ കർത്താവിന്റെ വലിയൊരു കൃപയാണ്, ആ ഒടിഞ്ഞ കമ്പി അവിടെ തന്നെ മുട്ടി നിൽക്കുക. അത് മുട്ടുന്നതിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ വീട്ടിൽ വന്നു കയറി നോക്കിയപ്പോ കണ്ടത്, പിന്നെ കൊണ്ട് ബെഡ് ചെയ്തു. അപ്പം വലിയൊരു അനർത്ഥത്തിൽ വീണ്ടും കർത്താവ് ഞങ്ങളെ പൂർണ്ണമായിട്ട് വിടുവിച്ചു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും ഈ നമ്മുടെ ബലഹീനതയേക്കാൾ ദൈവം നമുക്ക് ഈ ബലഹീനതയിൽ ചെയ്യുന്ന ഉപകാരങ്ങളെയാണ് ഓർക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർ ചിന്തിക്കും പ്രാർത്ഥനയുണ്ട്, ബന്ധുക്കോസ് അനുഭവമാണ്, എല്ലാം ഉണ്ടെങ്കിൽ എന്താണ് വിടുതൽ കിട്ടാൻ. അപ്പം എന്റെ ചിന്ത ഈ വിടുതലിനേക്കാൾ അപ്പുറം ഈ ബലഹീനതയിൽ നടത്തുന്ന ഒരു ദൈവം ഉണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ പലരും പല നിലയിൽ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. കടഭാരമായിരിക്കാം, ഒരുപക്ഷെ രോഗമായിരിക്കാം, വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം. ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ ഒരു അല്പം ധൈര്യവും അല്പം പ്രത്യാശയും നമുക്കുണ്ടെങ്കിൽ, ഇതിനപ്പുറം ഒരു വിടുതൽ എനിക്കുണ്ട് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ, 46-ാം സങ്കീർത്തനം പറഞ്ഞ പോലെ അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവമാണ്. അവൻ വില്ലൊടിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളെ. അപ്പൊ വാസ്തവത്തിൽ അതിന്റെ ആഴം ഒന്ന് ഓർത്തു നോക്കിയാൽ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ആ വചനത്തിന്റെ ആഴം ഒന്ന് ഓർത്താൽ മതി, നമുക്ക് പിന്നെ ഒന്നും ദുഃഖിക്കാനില്ല. എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള യുദ്ധമായിക്കോട്ടെ, ഒരുപക്ഷെ വീട്ടിൽ നിന്നായിക്കോട്ടെ, പുറത്തുനിന്നായിക്കോട്ടെ, കടഭാരത്തിന്റെ പ്രശ്നമായിക്കോട്ടെ, രോഗമിട്ട് യുദ്ധം ചെയ്യുന്നതായിക്കോട്ടെ, മറ്റു നിരാശകളായിക്കോട്ടെ, തമ്പുരാന്റെ വചനം പറയാണ്, ഞാൻ ഈ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ട്. നിർത്തൽ ചെയ്യും മാത്രമല്ല,
ഈ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഓരോ ആയുധത്തെയും ഞാൻ തീയിലിട്ട് ചുട്ടുകളയും എന്ന് പറഞ്ഞാൽ ശത്രു ഇനി ആയുധം എടുക്കാത്ത നിലവാരത്തിൽ തമ്പുരാൻ ആയുധത്തെ എന്ത് ചെയ്യുക, ചുട്ടുകളയും നാം. അപ്പൊ ആ ഒരു പ്രത്യാശ നമ്മൾ അകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാനിടയായി. അല്ലെങ്കിൽ നമ്മൾ പിറുവിറുപ്പുകാരായി, എന്താ ദൈവം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ വിടലില്ലാത്ത, ഞാൻ പ്രസംഗിച്ചിട്ട് എന്താ, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ കർത്താവിന് മുമ്പിൽ ഒന്നും ആയിട്ടില്ല എന്നുള്ള സത്യമാണ് അതിന്റെ സത്യം. വാസ്തവത്തിൽ ദൈവത്തിന് കൃപയാലാണ് ദൈവം നമ്മളെ നടത്തുന്നത്. പൂർണ്ണര് നമ്മളായിട്ട് ഇവിടെ നമുക്ക് ഒരു കാര്യം നടക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ പൂർണ്ണതയിലേക്ക് നടത്തുക വാസ്തവത്തിൽ ചെയ്യുന്നത്. ഈ ഓരോ അനർത്ഥവും ദൈവം നമ്മെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോവാ. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഈ കഷ്ടം വരുമ്പോൾ ദൈവം കൂടില്ല. അതുകൊണ്ട് 46 സംഘം പറയും, ദൈവം നമ്മുടെ സങ്കേതവും വില, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അപ്പൊ വാസ്തവത്തിൽ നമ്മുടെ വിചാരം കഷ്ടം വരുമ്പോൾ ദൈവം ഇല്ല, ഈ സുഖമൊക്കെ അനുഭവിക്കുമ്പോൾ, വരുമാനം ഉള്ളപ്പം, ആരോഗ്യം ഉള്ളപ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള മറ്റുള്ളവരുടെ ചിന്ത. പക്ഷെ തിരുവചനം പറയാം അങ്ങനെയല്ല. കഷ്ടങ്ങളിലാണ് ദൈവം നിനക്ക് ഏറ്റവും അടുത്ത തുണ എന്ന് പറഞ്ഞാൽ ഈ കഷ്ടങ്ങളിലൂടെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഈ കഷ്ടങ്ങളെ നമുക്ക് തരണം ചെയ്ത് ഒരുപക്ഷെ നമുക്കതിന് കപ്പാസിറ്റി കാണത്തില്ല. ചിലപ്പോൾ വൻപിച്ച കടമായിരിക്കാം. ഈ കടത്തെ തരണം ചെയ്യാൻ നമുക്ക് കഴിവ് കാണത്തില്ല. ചിലപ്പോൾ തീരാ വ്യാധികളായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ നിന്ദകളും പരിഹാസങ്ങളും ആയിരിക്കാം. ചിലർക്ക് കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പോരുകളായിരിക്കാം. അപ്പൊ ഇതിനെയൊക്കെ ഒരുപക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തരണം ചെയ്യാൻ പറ്റില്ല. ആ സന്ദർഭത്തിൽ വചനം പറയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദൈവം ഏറ്റവും അടുത്ത തുണയാണ്. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. പണ്ട് ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ ദൈവമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ദൈവം തന്റെ കൂടെ നടക്കുകയാണ്, മണലാരുണ്യത്തോടെ നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ രണ്ടുപേരുടെയും പാദം ഇവിടെ പതിയുന്നുണ്ട്, മണലിൽ പതിയുന്നു. അപ്പൊ കുറെ ദൂരം പോയപ്പോ ചില ദുർഘടം പിടിച്ച ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഈ മനുഷ്യൻ നോക്കിയപ്പോൾ ഒരാളുടെ പാദമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അങ്ങ് എന്തൊരു പണിയായി കാണിച്ചത്? ഇത്രയും നേരം എന്റെ കൂടെ വന്നിട്ട് ഈ കഷ്ടതയുടെ ഈ വല്ലാത്തൊരവസ്ഥ, ദുർഘടം പിടിച്ച സന്ദർഭം വന്നപ്പം നീ എന്തുകൊണ്ട് എന്നെ വിട്ടിട്ട് പോയത്? ദൈവന് കൊടുത്ത മറുപടി, മോനെ, നീ കണ്ട കാൽപ്പാട് നിന്റേതല്ല, അതെന്റെ കാൽപ്പാട് എന്ന് പറയും. ഈ കഷ്ടതയിൽ നിനക്ക് തരണം ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഈ ദുർഘടമേടുകളെ കടക്കാൻ നിനക്ക് പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ എന്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ഞാൻ നടന്ന പാടാണ് നീ ആ കാണുന്നതെന്ന് ആ വ്യക്തിയോട് പറഞ്ഞതായിട്ട് ഒരു കഥയും. പ്രിയമുള്ള വാസ്തവത്തിൽ സത്യമാണ്, കഥയല്ല. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതാനുഭവത്തിൽ ഞാൻ എന്റെ ജീവിതം നോക്കിയാൽ ഇത് എങ്ങനെ മുമ്പോട്ട് വന്ന് എനിക്കും അറിയത്തില്ല, എങ്ങനെ വാഹനം ഓടിക്കുന്ന എനിക്കും അറിയത്തില്ല, എങ്ങനെ ഈ പ്രശ്നം തരണം ചെയ്യുന്നത് എനിക്കും അറിയത്തില്ല. നമ്മുടെ ആരോഗ്യസ്ഥിതിയോ ശരീരത്തിന്റെ സ്ഥിതിയോ നമ്മുടെ കഴിവോ ഒന്നും നോക്കിയാൽ ഇതൊന്നും നടക്കാനുള്ള യാതൊരു യോഗ്യത നമുക്കില്ല. വിവാഹം കഴിക്കാനുള്ള യോഗ്യതയില്ല, കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായിട്ട് ജീവിക്കാനുള്ള യാതൊരു യോഗ്യത നമുക്കില്ല. പക്ഷെ അവിടെ എല്ലാം ദൈവം അത്ഭുതമായിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മെ നടത്തും. അപ്പൊ നമ്മുടെ ബലഹീനതയിൽ കരം തന്ന് കാത്തു സൂക്ഷിച്ച് നമ്മെ ശക്തമായി നടത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള സത്യം എന്റെ ഓരോ ബലഹീനതയിൽ നിന്നും എനിക്കത് പഠിക്കുവാൻ കാരണമായി. കാരണം ഒന്നിനും കുറവില്ലാതെ നടത്തുന്നതേ. ഈ ചിലപ്പോഴേ ചില അമ്മച്ചിമാരും സഹോദരങ്ങൾ ചിലപ്പോ ഇങ്ങനെ പറയും, ഇറങ്ങി നടന്നെങ്കിലല്ലേ ജീവിക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ ചിലരൊക്കെ പറ, അവരെ ആ നല്ല മനസ്സോട് പറ, നല്ല മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി നടന്നില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും, ഒരു സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ ജീവിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ വാസ്തവം നമുക്കെല്ലാം അറിയാം, കൊറോണ. വാസ്തവത്തിൽ ഈ കൊറോണ വന്നപ്പം ഏറെ നാള് നമ്മൾ ആരും പുറത്ത്, ഞാൻ എന്നെ പക്ഷെ ഒത്തിരി നാളും ഞാൻ പോകാൻ തയ്യാറാണ്, പക്ഷെ മറ്റുള്ള വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ പോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരു കുറവും ആ നാളുകൾ വന്നിട്ടില്ല, എങ്ങും പോയിട്ടുമില്ല. പക്ഷെ സാധാരണ ദൈവം നടത്തുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ആ കാലയളവിൽ ശ്രേഷ്ഠമാണ്. നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല, നമ്മളെ ആർക്കും അഡ്രസ്സ് കൊടുത്തിട്ടില്ല. പക്ഷേ തമ്പുരാൻ അതേത് സമയത്ത് അതിന്റെ വഴികൾ തുറന്നു നമ്മെ നടത്തുന്ന ദൈവം. അപ്പൊ നമ്മളെ വീട്ടിൽ ഇരുത്തിയാൽ വീട്ടിൽ നടത്താൻ കഴിവുള്ള ദൈവം, പുറത്ത് നടത്തിയാൽ പുറത്ത് നടത്താൻ കഴിവുള്ള ദൈവം, രോഗം തന്നാൽ രോഗത്തിൽ നടത്താൻ കഴിവുള്ള ദൈവം, കടഭാരം തന്നാൽ ആ കടഭാരത്തിലൂടെ നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തെ നാം സേവിക്കുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശ വരും. നിരാശ വന്നാൽ ഒരു മനുഷ്യനും മുൻപോട്ട് പോകാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് നിരാശ. ആത്മഹത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ നിരാശയാണ്. കാരണം ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്റെ സങ്കടം അറിയാൻ ആരുമില്ല, എനിക്കൊരു ആശ്വാസം പറയാൻ ആരുമില്ല. ഇതാണ് പലരുടെയും പ്രശ്നം. ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് നിനക്ക് എന്താ ചോദിക്കാൻ ഒരാളില്ല,
എന്നൊക്കെ പറഞ്ഞ് ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? എന്റെ മക്കൾക്ക് പോലും എന്നോടൊരു സ്നേഹം തോന്നുന്നില്ല, അല്ലെ എന്റെ അപ്പനും അമ്മയ്ക്ക് പോലും എന്നോട് സ്നേഹം തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വന്നിട്ട് നിരാശ കൊണ്ടുവന്നിട്ടാണ് വാസ്തവത്തിൽ പിശാച് ഈ ആത്മഹത്യക്ക് വേണ്ടി ജനത്തെ പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും പിശാച് പറയും, നീ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും നിന്നെ ആർക്കെങ്കിലും ഇഷ്ടമാണ്? നീ ഇത്രയൊക്കെ അവർക്ക് വേണ്ടി അധ്വാനിച്ചല്ലോ, ഇപ്പൊ നിനക്ക് ചെറിയ പ്രയാസം വന്നപ്പോൾ ഇവരൊക്കെ മാറി നിൽക്കുന്നില്ലേ? വാസ്തവത്തിൽ നീ എന്തിനാ ജീവിക്കുന്നേ? നിനക്ക് നിന്റെ ജീവിതം അവസാനിപ്പിച്ചൂടെ എന്ന് പിശാച് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയും. അപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ജീവൻ തന്നൊരു ദൈവമുണ്ട്. അവനാണ് എന്റെ പ്രാണന്റെ ഉത്തരവാദിത്വം, അവനാണ് എന്റെ ജീവന്റെ ഉത്തരവാദിത്വം. അവൻ ജീവനെ തന്നെങ്കിൽ അവനല്ലാതെ എന്റെ ജീവനെ എടുക്കാൻ ആർക്കും അവകാശം. അപ്പൊ ഈ ഒരു പ്രത്യാശ, ഈ ഒരു അറിവ് നമ്മുടെ ഉള്ളത്തിൽ വരാമെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ആത്മഹത്യയുടെ എണ്ണം കുറയും. നമുക്കറിയാം, സാക്ഷരതയിൽ കേരളം ഒന്നാമതാണെങ്കിലും ആത്മഹത്യയിലും നമ്മുടെ കേരളം ഒന്നാമതാണ്. അപ്പൊ വാസ്തവത്തിൽ പ്രാർത്ഥിക്കുക, ദൈവമേ കേരളത്തിന് ആത്മഹത്യ കുറയണം. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, സാമ്പത്തികം ഇല്ലാഞ്ഞിട്ട്, എല്ലാ മേഖലയിലും നമ്മുടെ കേരളം സാമ്പത്തികമായി മുൻപന്തിയിലുണ്ട്. നമുക്കറിയാം, ഇവിടെ പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പണപ്പെരുമുള്ള, ഏറ്റവും കൂടുതൽ ബാങ്കുകളും പണം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് പണം മിക്സായി കിടക്കുന്നു, ഉടയിലില്ലാതെ കിടക്കും. അത്രമാത്രം സാമ്പത്തിക നന്മ ഉണ്ടെങ്കിലും പല കുടുംബങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ സമാധാനമില്ല, അവർക്ക് സന്തോഷമില്ല, നിരാശയാണ്. ഒരുപക്ഷെ ആഗ്രഹിച്ചതുപോലെ മക്കളെ UK വിട്ടിട്ടുണ്ടാകും, ജർമ്മനി പോയി കാണും. പക്ഷെ ഇപ്പൊ അവർക്ക് നിരാശ, എന്നെ നോക്കാൻ ആരുമില്ല. ഇപ്പൊ അമ്മയും അപ്പനും പ്രാർത്ഥിച്ച് ഉപവസിച്ച് മുട്ടുമടക്കി കുത്തിയിരുന്ന് കണ്ണീരൊഴുക്കി യൂറോപ്പിൽ വിട്ടതാണ്. പക്ഷേ വീണ്ടും നിരാശ അവരെ കടന്നുകൊടുകയാണ്. എന്താ കാര്യം? എന്റെ മക്കൾക്ക് ഇപ്പൊ എന്നെ വേണ്ട, അവർക്ക് ജോലിയായി, സമ്പത്തായി, ഭാര്യയായി, മക്കളായി, ഇപ്പൊ ഞങ്ങളെ അന്വേഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ നോക്കണേ, എന്തെല്ലാം ഉണ്ടെങ്കിലും നിരാശ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പക്ഷേ വാസ്തവത്തിൽ ദൈവമുഖത്തേക്ക് നോക്കാമെങ്കിൽ, നമ്മളെ നടത്തുന്ന ദൈവമാണെന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിരാശ വരത്തില്ല. കാരണം നമ്മുടെ ദൈവം കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ്. അത് വാർദ്ധക്യമായിക്കോട്ടെ. വാസ്തവത്തിൽ വാർദ്ധക്യം എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ്. പലരെയും ചിന്ത വാർദ്ധക്യം ഒരു ഭാരമാണ്, വാർദ്ധക്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല, നാം സ്വയം അറിഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി, ഞാൻ വാർദ്ധക്യത്തിലാണ്, ഞാനിപ്പോ ഈ അവസ്ഥയിലാണെന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കി, മക്കളോട് ഒരുമിച്ച്, അല്ലെങ്കിൽ ആരാണോ ചിലപ്പം സെർവന്റ് ആയിരിക്കും കൂടെ നിൽക്കുന്നത്, അവരോട് ഒരുമിച്ച് സന്തോഷത്തോടെ ഇടപെട്ട് നമ്മൾ തന്നെ സന്തോഷം ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ വാർദ്ധക്യം ഒരു അനുഗ്രഹമായി. അസത്യം, നമ്മുടെ മാതാപിതാക്കളൊക്കെ വാർദ്ധക്യം ചെന്നവര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ഐശ്വര്യമാണ്, അതൊരു സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ഒന്ന് കളിപ്പിക്കാൻ, അവരെ ഒന്ന് ഉപദേശിക്കാൻ, അവർക്ക് ചില കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഈ മാതാപിതാക്കൾ ഉള്ളത് തന്നെ കുടുംബത്തിന് അനുഗ്രഹമാണ്. പക്ഷെ നമ്മൾ സ്വയം അങ്ങ് ചിന്തിക്കാണ്, ഓ ഞാനിപ്പോ എല്ലാവർക്കും ഒരു ഭാരമാണ്, ഇനിയിപ്പോ എനിക്ക് അധ്വാനിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ ഇപ്പൊ ആർക്കും വേണ്ട എന്ന് സ്വയം നമ്മളൊരു നിരാശയിലേക്ക് പോയാൽ നമ്മുടെ ജീവിതം അവിടെ ഒതുങ്ങിപ്പോയാൽ അപ്പൊ നമുക്ക് നിരാശകൾ വരും, വിഷമങ്ങൾ വരും, മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് ഒരുപക്ഷെ തൃപ്തിയാകാതെ വരും, അവർക്ക് എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ് അവരിപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുള്ള ചിന്തകൾ വരും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിരാശയിൽ നിന്ന് പിശാച് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ അനേക മാതാപിതാക്കൾ വാർദ്ധക്യ സമയത്ത് നിരാശയിൽ കഴിയുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, വാർദ്ധക്യം നിരാശയ്ക്ക് വേണ്ടിയല്ല, വാർദ്ധക്യം ഒരു അനുഗ്രഹമാണ്. ആമേൻ. ആരുടെ കൂടാണോ കഴിയുന്നത് സന്തോഷത്തോട് കഴിയുവാൻ, ചില ബലഹീനതകളൊക്കെ ക്ഷമിക്കുവാൻ, ആമേൻ, ആരുടെ ഒരു സെർവന്റിന് കൂടാണെങ്കിൽ പോലും അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ, അവർക്കൊരു അല്പ സ്വാതന്ത്ര്യം കൊടുക്കാൻ. പല കുടുംബങ്ങളിലും സെർവന്റ് നിർത്തിയ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അങ്ങനെ ചില പ്രിയപ്പെട്ടവരുണ്ട്, എന്തോ അവരുടെ ഒരു ചിന്തകളായിരിക്കാം. പക്ഷേ അല്പ സ്വാതന്ത്ര്യം അവർക്കും കൊടുത്ത് അവരെ സഹോദരനെ സ്നേഹിച്ച് ഒന്ന് കഴിയാമെങ്കിൽ തീർച്ചയായിട്ടും വാർദ്ധക്യം ഒരു അനുഗ്രഹമാണെന്ന് എന്റെ വാർദ്ധക്യം ചെന്ന മാതാപിതാക്കളോട് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങളും അറിയണം മാതാപിതാക്കൾ ഒരു അധികപ്പറ്റല്ല, പ്രത്യേകിച്ച് ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ അവരൊരു അധികപ്പറ്റല്ല, അവരുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഒരു സുരക്ഷിതത്വമാണ്. കാരണം മാതാപിതാക്കൾ ജോലിക്കോ മറ്റു കാര്യത്തിൽ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്ന് ഏൽപ്പിച്ചിട്ട് പോകുന്നതും ഒരു സുരക്ഷിതമാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അത് നല്ലതാണ്, ഈ മാതാപിതാക്കൾക്ക് അത് നല്ലത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളും ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് ഈ പറയുന്ന വല്യപ്പച്ചന്മാരെ വല്യമ്മച്ചമാരെ ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് കരുതാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവരോട് കുശലം പറയാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അത് രണ്ടു കൂട്ടർക്കും
ഒരു അനുഗ്രഹമാകുമെന്ന് ഇത്തരണത്തിൽ ഞാനത് ഓർപ്പിക്കുകയാണ്. സാക്ഷ്യത്തോളം ബന്ധത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അനേകർക്ക് അതൊരു അനുഗ്രഹമായി മാറട്ടെ. കാരണം പല കുടുംബത്തിൽ ഇങ്ങനെ ലഭിക്കാത്തത് കൊണ്ട് ഇതെല്ലാം വലിയ വിഷയങ്ങളായിട്ട് മാറും. നമ്മൾ ഉപവസിച്ചെന്ന് പറഞ്ഞിട്ടോ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ടോ ഞാൻ എല്ലാ ആഴ്ചയിലും ഉപവസിക്കുന്ന ഇതൊന്നും കാര്യമല്ല. നമ്മുടെ സ്വഭാവത്തെ നമ്മളൊന്ന് ക്രമീകരിച്ച് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി ഇങ്ങനൊരു വചനമുണ്ട്, നമ്മളൊരു വ്യക്തിയെ വെറുപ്പോടെ അഥവാ മറ്റൊരു വ്യക്തിയുടെ വെറുപ്പോടെ നമ്മൾ നോക്കിയാൽ ഒരു 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 ആയുസ് മൊത്തം ഒരു വ്യക്തിയെ നോക്കിയാലും ഒരു നന്മ ആ വ്യക്തി നമുക്ക് കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയുടെ കുറ്റം കണ്ടുപിടിക്കുക, അല്ലെ വെറുപ്പോട് ഇഷ്ടമല്ലാത്ത നിലയിൽ ഒരു വ്യക്തിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരായുസ് മൊത്തം ശ്രദ്ധിച്ചാലും ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു നല്ല വാക്ക് നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മുടെ നോട്ടം അതാണ്, നമ്മുടെ ചിന്ത അതാണ്. അപ്പൊ നമ്മുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട് മറ്റുള്ളവരെ നല്ലതെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഇടപെടാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണ്, മറ്റുള്ളവർ നമുക്കൊരു അനുഗ്രഹമായി തീരും എന്നുള്ള സത്യം എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ് കുടുംബത്തിൽ ഏറ്റവും അധികം സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. മാതാപിതാക്കൾ, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരുടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നു. കുഞ്ഞുങ്ങളെ ഇന്നലെ ഇപ്പോൾ എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാനിങ്ങനെ സുവിശേഷ വേലയെ ശക്തമായിട്ട് ഇങ്ങനെ പരസ്യങ്ങൾ മിക്കവാറും ഞങ്ങൾക്കുണ്ട്. അങ്ങനെ പരസ്യങ്ങളൊക്കെ നടത്തിയും മറ്റിതുപോലെ ആരിലൊക്കെ വിളിച്ചാൽ അങ്ങനെ വീട്ടിൽ പോകുന്നു. പിന്നെ സഭയിലെ കൂട്ടായ്മ കൂടിയും HMയുടെ പ്രവർത്തനത്തിൽ ഇങ്ങനെ ശക്തമായിട്ട് മുൻപോട്ട് പോകുന്നു. ഇതാണ് എന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം. അപ്പൊ ഈ ഓരോ കഷ്ടത്തെ അപ്പൊ ഞാൻ ഇതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് 47 കൊല്ലം പഴുക്കുന്ന ഒരു കാല് ഇന്നും ഒരു കുഴപ്പമില്ലാതെ ആ കാല് കെട്ടുപോകാതെ തമ്പുരാൻ ആരോഗ്യത്തോടെ ആ കാല് വാസ്തവത്തിൽ ആ കാല് അന്ന് ഡോക്ടർമാർ അങ്ങനെ ചെയ്തത് ഞാൻ പറയാം ഇന്ന് അത് ഗുണമായി. കാരണം എന്റെ കാലിന്റെ ആരോഗ്യം കൊണ്ടല്ല ഞാനിപ്പോ ഈ കാലെ കുത്തി നടക്കുന്നത്, കാലും കൈയോടെ കുത്തുന്നത്. ആ മുട്ട് മടങ്ങാത്തത് കൊണ്ടാണ് ഈ കാല് തറയെ കുത്തി കൈയും കുത്തി പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ മുട്ടയിൽ എഴയേണ്ടി വന്നേ. അപ്പൊ ഒരുപക്ഷെ അന്ന് ആ ഡോക്ടർമാർ ചെയ്തത് ഇന്ന് എനിക്ക് ഗുണമായി എന്ന് പറയാം. നമ്മൾ അവരെ ശപിച്ചിട്ടോ അവരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ഒരുപക്ഷെ പിശാചിന്റെ തന്ത്രമാണെങ്കിലും പിശാച് എത്ര കെണി നമുക്കൊരുക്കിയാലും ഇതിനെല്ലാം നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം. വാസ്തവത്തിൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിനപ്പുറം വേറെ ശക്തിയില്ല. ഒരുപക്ഷെ പിശാചി ഭൂമി ഉണ്ടെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിലും അതെല്ലാം ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഓർപ്പിച്ചത്, ചില യുദ്ധങ്ങളെ ദൈവം നിർത്തൽ ചെയ്യും, ചില യുദ്ധ ഉപകരണങ്ങളെ ദൈവം തീയിലിട്ട് ചുട്ടുകളെ എന്ന് പറഞ്ഞാൽ അധികാരം ദൈവത്തിന്. പിശാചായിരിക്കും യുദ്ധോപകരണം എടുത്തത്, പിശാചിന്റെ ആയിരിക്കും ആയുധം, നമ്മുടെ ശത്രുവിന്റെ കയ്യിലായിരിക്കും ആയുധം ഇരിക്കുന്നത്. പക്ഷെ തമ്പുരാൻ കരിച്ചാൽ ഒരുത്തർക്കും ഇനി ആയുധം എടുക്കാൻ പറ്റില്ല, ഒരു ശത്രുവിന് പിന്നിൽ ആയുധം പണിയാനും പറ്റില്ല, നമുക്കെതിരെ ഇനി ഒരു ആയുധം ഉണ്ടാക്കാനും കഴിയില്ല. പക്ഷേ നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. നാം ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി നമ്മളൊന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ മുന്നേറിയാൽ നമുക്ക് ഒരിക്കലും നിരാശയോ മറ്റു ഭാരങ്ങളോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അതാണ് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ ദൈവം ഇതുവരെ എല്ലാ കാര്യത്തിലും അത്ഭുതകരമായി അതിശയകരമായി ഇന്ന് വരെ നടത്തി. കുറച്ചു നാൾ മുമ്പ് ഒരു വീട്, പഴയ വീടായിരുന്നു, പപ്പയൊക്കെ വെച്ച വീടാണ്. എന്നാൽ അതിന്റെ അല്പം ബലഹീനത, അതൊന്ന് മാറണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ അതിനുള്ള സാമ്പത്തികം എൻ്റെ കയ്യില്ല. കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ പറയും, പപ്പ നമുക്ക് വീട് വേണ്ടേ, കാരണം കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വീടൊക്കെ കാണുമ്പോൾ അവർ പറയും നമുക്ക് എന്നാ അതുപോലെ വീട് വെക്കുന്നേ. അപ്പൊ ഞാൻ അവരോട് പറയും, മോളെ ഇപ്പൊ അത്യാവശ്യം നമുക്ക് താമസിക്കാൻ ഇപ്പൊ വീടുണ്ടല്ലോ, നമ്മുടെ ചുറ്റുപാടിൽ ഒത്തിരി പേർക്ക് താമസിക്കാൻ വീടില്ലാത്തവരുണ്ട് മോളെ, വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്. അപ്പൊ അതിനേക്കാൾ നമുക്കിപ്പോ ഓടിട്ട കൊച്ചു വീടാണെങ്കിലും നമുക്ക് വീടുണ്ടല്ലോ എന്ന് ഞാൻ അന്നൊക്കെ അവരെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുമായിരുന്നു. അവർക്ക് അവൻ എന്തു പറഞ്ഞാലും പിന്നെ പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യം എന്റെ സ്ഥിതി അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഈ പ്രായത്തില് അത് അറിഞ്ഞാണ് രണ്ട് കുഞ്ഞുങ്ങളും പ്രവർത്തിക്കുന്നത്. ഒരു കാര്യവും നിർബന്ധിച്ച് ഒരു കാര്യം പറയാറില്ല. പപ്പായ്ക്ക് പൈസ ഉണ്ടെങ്കിൽ മതി, ഒരു സ്കൂളിലെ ബുക്ക് വേണമെങ്കിലും ബുക്ക് വേണമായിരുന്നു എന്നേ പറയുള്ളൂ, ബുക്ക് മേടിച്ചതാന്ന് പറയത്തില്ല. ബുക്ക് വേണമായിരുന്നു, പപ്പാടെ പൈസ ഉണ്ടോ എന്ന് മാത്രമേ രണ്ടു വീട്ടിലും ചോദിക്കും. അങ്ങനെ അവരെ കൊണ്ട് നമുക്ക് വലിയ ആശ്വാസമുണ്ട്. എല്ലാ നിലയിലും സന്തോഷത്തോടെ ഞങ്ങളൊക്കെ കഴിയുവാൻ ദൈവം അവസരം തരുന്നു. കൃപയാൽ ഇന്നുവരെ ദൈവം നടത്തുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അങ്കിള്, എന്നെ പരിചയമില്ലെങ്കിൽ എന്റെ സഹോദരിയുടെ ഒരു കൂടുന്ന ചർച്ചിലെ ഒരു അങ്കിള് ഇങ്ങോട്ട് പറഞ്ഞു, ഞാനൊരു 5 ലക്ഷം രൂപ കൊടുക്കാം, ആങ്ങളോട് ഒരു വീട് പണിയാൻ പറയാൻ പറഞ്ഞു. അപ്പം പെങ്ങൾ ഈ വിവരം എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ സഹോദരിയോട് പറഞ്ഞു, നമുക്കിപ്പോ അങ്ങനെ ഒരു വീട് പണിയാൻ 5 ലക്ഷമോ 10 ലക്ഷമോ അവിടെ പറ്റില്ല. കാരണം ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ശരിക്കും റോഡിൽ നിന്ന് നല്ല താഴ്ചയുള്ള സ്ഥലമാണ്, ചരിഞ്ഞു കിടക്കുകയാണ്.
അപ്പൊ അതിനകത്തൊരു വീട് വെക്കണമെങ്കിൽ ആദ്യമേ തറ റെഡിയാക്കിയെങ്കിൽ, തറ റെഡിയാക്കണമെങ്കിൽ ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു, ഒരു 15 ലക്ഷം രൂപ ഇല്ലാതെ പില്ലറെ കയറി തറ നിരപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിപ്പോ തുടങ്ങണ്ട, 5 ലക്ഷം നമ്മൾ മേടിച്ചാൽ പണിഞ്ഞെങ്കിലല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം സഹോദരി പറഞ്ഞു, ആ എന്തായാലും തുടങ്ങിയെങ്കിലല്ലേ തമ്പുരാൻ പ്രവർത്തിക്കുള്ളൂ, അങ്ങ് തുടങ്ങുന്നു പറഞ്ഞു. അങ്ങനെ ആ അങ്കിള് അഡ്വാൻസ് പോലെ 2 ലക്ഷം രൂപ അയച്ചു തന്നു. അപ്പൊ പിന്നെ തുടങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പണി തുടങ്ങി ഏതാണ്ട് 11.5 ലക്ഷം രൂപയായി തറ നിരപ്പായി. അപ്പൊ തറ നിരപ്പായപ്പോ തന്നെ അതിന് അടിക്ക് നല്ലൊരു ഹാൾ റൂമും പില്ലറയിലായിട്ട് കിട്ടി. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ കയറി ഇറക്കം ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ ഒരു ബെഡ്റൂം പണിയാൻ പറ്റില്ല. മേളത്തെയാണ് പ്ലാൻ എടുത്തത്. അപ്പൊ റോഡ് നിരപ്പ് നിൽക്കും അത്. അങ്ങനെ ദൈവകൃപയാൽ ഭവനത്തിന്റെ പണി വീണ്ടും തുടങ്ങി. തുടർന്നും ദൈവം തുടങ്ങിയതായതുകൊണ്ട് തമ്പുരാൻ തന്നെ നടത്തുമെന്ന് ഞാനത് വിശ്വസിക്കുന്നു. ആ കാര്യത്തിലൊന്നും നമുക്കൊരു ഭാരമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ദൈവം ഒരിക്കലും ദോഷത്തിനായിട്ടൊന്നും ചെയ്യത്തില്ല. ദൈവം ഒരു വിഷയം ഏറ്റെടുത്താൽ അത് ദൈവം തന്നെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അങ്ങനെ ദൈവം ഇത്രത്തോളം എന്നെ നടത്തി എന്നുള്ളത് ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. പപ്പായും അമ്മയും എന്റെ കൂടെ ഉണ്ട്. അവര് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ പപ്പായ്ക്ക് ഇച്ചിരി ഓർമ്മക്കുറവുണ്ടെന്നേ ഉള്ളൂ, ആരോഗ്യമൊക്കെ അത്യാവശ്യമുണ്ട്. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുന്നു. ദൈവം ഇതുവരെ നടത്തിയ എല്ലാവരും നന്ദി പറയുന്നു. വയലാർ ചർച്ച് ഓഫ് ഗോഡില് ഞങ്ങൾ കുടുംബമായി കൂടുന്നു. കർത്താവ് അയക്കുന്നിടത്ത് പോകുന്നു, കർത്താവിന്റെ വേല ചെയ്യുന്നു. ഇതാണ് എന്റെ അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇത്രത്തോളം എന്നെ കേൾക്കുകയും അതിന് മനസ്സ് കാണിക്കുകയും ചെയ്ത എല്ലാ പ്രേക്ഷകരോടും, പ്രത്യേകിച്ച് മീറ്റിംഗിന് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ഡാനിയൽ ജോൺ പാർഷോടും ഉള്ള പ്രത്യേക നന്ദി ഈ തരണത്തെ ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണ്. താങ്ക് യു. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ റോയ് ജോർജ്. വളരെ തന്മയത്വത്തോടെ, പരിജ്ഞാനത്തോടെ, ശ്രദ്ധയോടെ, ലളിതമായ ഭാഷയിൽ, സഭ്യമായ ഭാഷയിൽ നന്നായി ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യ അവസാനം ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ജനിച്ച ആ ഒരു സാഹചര്യവും ഇപ്പോൾ ജീവിക്കുന്ന ആ സാഹചര്യവും ഞാൻ വളരെ ശ്രദ്ധിച്ചു. നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയായിട്ടാണ് ആ മാതാപിതാക്കന്മാർക്ക് ലഭിച്ചത്. എന്നാൽ ആ മാതാപിതാക്കന്മാർക്ക് അധികം നാൾ ആ ഒരു നിലയിൽ കുഞ്ഞിനെ വളർത്തി ആ കുഞ്ഞിൻ്റെ സന്തോഷവും നന്മയും ആശ്വാസവും ഒക്കെ ലഭിക്കുമെന്നുള്ള വളരെ പ്രതീക്ഷയോടുകൂടി അവരിയ്ക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ഞൊണൽ വന്നു എന്ന് പറയും. ഒരു ഞൊണൽ വന്ന് ജീവിതത്തെ മുഴുവനും തകിടം മറിക്കുന്ന രീതിയിൽ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഇന്നേക്ക് 47 വർഷമായി ആ ഒരു ഞൊണൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി ജീവിതത്തിൽ, ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ അത് ഇടയാക്കി തീർത്തു. അതിനോടനുബന്ധിച്ച് ഉണ്ടായ ഭയങ്കരമായ അനുഭവങ്ങളുടെ ആ ഒരു സങ്കീർണമായ ഒരു സാക്ഷ്യമാണ് വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരിക്കൽ ചില നാളുകൾക്ക് മുൻപ് നമുക്ക് നേരിട്ട് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ എനിക്ക് തിരക്കുണ്ടായിരുന്നത് കൊണ്ട് അധികം നേരം സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. എങ്കിലും ഇന്ന് ഇങ്ങനെ നമുക്ക് ഈ മാധ്യമത്തിലൂടെ കാണുവാൻ കഴിഞ്ഞു. ദൈവദാസൻ്റെ യാഥാർത്ഥ്യങ്ങൾ, ആ ചിത്രം ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ദൈവദാസനെ ദൈവം നടത്തുന്നത് അത്ഭുതകരമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് അത്ഭുതം എന്നല്ലാതെ എന്ത് പറയേണ്ടു? വേണമെങ്കിൽ ഒരു സർക്കാർ ജോലിക്കുള്ള എല്ലാ അർഹതകളുമുണ്ട്, അതിനുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട്, അതിനുള്ള യോഗ്യതയുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അപ്രോച്ച് ചെയ്തായിരുന്നെങ്കിൽ ഒരു സർക്കാർ ജോലി, ഏതെങ്കിലും ഒരു ചെറിയൊരു ജോലിയാണെങ്കിലും നിശ്ചയമായിട്ടും കിട്ടുമായിരുന്നു. എന്നാൽ സുവിശേഷം നിമിത്തം അത് വേണ്ടെന്ന് വെച്ചു. ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല ഇറങ്ങിത്തിരിച്ചത്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചതെന്ന് ആ വാക്കുകളിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതെ, നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും കൊല്ലുമെന്നും തിന്നുമെന്നും ഒക്കെ പറഞ്ഞവരുടെ മുൻപാകെ ഇന്നും കർത്താവ്
ജയോത്സവവുമായി വഴി നടത്തുന്നല്ലോ. അവരുടെ മുൻപാകെ അവരുടെ നടുവിൽ യാത്ര ചെയ്യുവാൻ അനർത്ഥങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും കഷ്ടങ്ങളിൽ കൈവിടാതെ ഏറ്റവും അടുത്ത തുണയായി കർത്താവ് കൂടെയിരുന്ന് ഇന്നയോളം ജയോത്സവമായി വഴി നടത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 47 വർഷമായി ഉണങ്ങാതെ ഇരിക്കുന്ന ഒരു മുറിവ് ശരീരത്തിൽ ഇന്നുകൊണ്ട് ആരുടെയും സഹായം കൂടാതെ സ്വന്തമായി തന്നെ അത് എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്ത് അതും ആ മുറിവ് വഹിച്ചുകൊണ്ട് തന്നെ ശരീരത്തിൽ ഒരു ശൂലമെന്ന പോലെ അത് ഈ ആയുസിൻ്റെ ഇന്നേ വരെ ജീവിതത്തിൽ വേദനകൾ സഹിച്ച് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ നിശ്ചയമായിട്ടും മുന്നോട്ടുള്ള കാര്യവും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നില ഐശ്വര്യമായി നടത്തുവാനിടയായിത്തീരും. 2 പെൺകുഞ്ഞുങ്ങൾ, വളരെ മിടുക്കികളായ 2 കുഞ്ഞുങ്ങൾ 10ലും 9ലും പഠിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ ദൈവദാസനൊരാശ്വാസമായി തീരും. കർത്താവ് ആ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഭാവിയും കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവദാസൻ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ പണിയും ഏറ്റവും നല്ല മനോഹരമായ നിലയിൽ അത് പൂർത്തീകരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. യാത്ര ചെയ്യുവാൻ നല്ലൊരു വാഹനം ദൈവം ഒരുക്കട്ടെ. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ടും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ പ്രിയപ്പെട്ടവൻ്റെ ജീവിതാനുഭവം, സാക്ഷ്യം നമ്മൾ കേട്ടുകഴിഞ്ഞു. നല്ല ആരോഗ്യവും നല്ല സാഹചര്യവും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് അല്ല കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങേണ്ടുന്നത്, കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിനെ സാക്ഷീകരിപ്പാൻ, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ, കർത്താവിന് പ്രയോജനപ്പെടുന്ന ഒരു ഉപകരണമായി, ഒരു പാത്രമായി നാം മാറ്റപ്പെടുവാൻ നാം സമർപ്പിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. എത്രയോ പ്രിയപ്പെട്ടവർ, നല്ല ആരോഗ്യമുള്ളവർ, വിദ്യാഭ്യാസവും വിവരവും ഉള്ളവർ, നല്ല കഴിവുള്ളവർ നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ കുടുംബ ബന്ധങ്ങൾ വേർപിരിയുന്നു, ഭാര്യ ഭർത്താവ് കുടുംബ ബന്ധങ്ങൾ വേർപിരിയുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ പോയി കുടുംബവുമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അവരതിന് തയ്യാറാകുന്നില്ലെങ്കിൽ പോയി ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യുന്നു. അതുമല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമയായി, കള്ളിനും കഞ്ചാവിനും അടിമയായി വലിച്ചഴിക്കപ്പെടുന്ന പാപത്തിൻ്റെ ലോകത്തിലേക്ക്, നാശത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളവരൊക്കെ ഈ പ്രിയപ്പെട്ടവനെ ഒന്ന് കാണണം. 2 കാലിൽ അരയ്ക്ക് താഴെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അദ്ദേഹത്തിന് നമ്മെ പോലെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മുട്ടിലിഴഞ്ഞാണ് ഈ ദൈവദാസന് ഇപ്പോഴും നടക്കുന്നത്. കൈകുത്തി മുട്ടിലിഴഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ നടപ്പ്, അദ്ദേഹത്തിൻ്റെ ജീവിതം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, വളരെ സന്തോഷത്തോടെ. അദ്ദേഹത്തിൻ്റെ വൈകല്യങ്ങളൊന്നും തന്നെ അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഞാനതെടുത്ത് പറയുന്നതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞില്ല അത്രയും, ഞാൻ ഈ പറയുന്നതിന് അത്രയും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഈ ജീവിതം നയിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു ജീവിതം സ്വർഗത്തിലെ ദൈവമാണ് തന്നത്. നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, ആത്മഹത്യ ചെയ്യരുത്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നു, അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും 2 നല്ല കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പോയി വെറുതെ ആത്മഹത്യ ചെയ്യുക, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മഹത്യ ചെയ്യരുത്. കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ തകർത്ത് കളയരുത്. ഈ പ്രിയപ്പെട്ടവൻ്റെ കൂടാണ് ആ വാത്സല്യ മാതാവും പിതാവും ഇന്നും ജീവിക്കുന്നതെന്ന് നമ്മൾ കേട്ടല്ലോ. 85-83 വയസ്സുള്ള ആ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാർ ഈ പ്രിയപ്പെട്ടവൻ്റെ കൂടെ ഇന്നും കഴിയുന്നു. നോക്കൂ, സമൂഹത്തിൽ എല്ലാ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ട് അപ്പനെയും അമ്മയും കൊണ്ട് വൃദ്ധസദനത്തിൽ വിട്ടിരിക്കുന്നവർ ഞങ്ങളെ ഒരു പക്ഷേ കേൾക്കുന്നുണ്ടാവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റക്കാരായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് നമ്മിലേക്കൊന്ന് നോക്കാം.
ആർക്കെങ്കിലും ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു മാനസാന്തരം, ഒരു കുറ്റബോധം ഉണ്ടാകുന്നുവെങ്കിൽ ദൈവനാമം അതിലൂടെ മഹിമപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. തിരിഞ്ഞു ചിന്തിക്കുവാൻ തയ്യാറാകൂ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കൂ. കഴിഞ്ഞുപോയ വന്നുപോയ തെറ്റുകൾ അനുദപിക്കൂ. നമ്മുടെ ജീവിതത്തിൽ സക്കായി യേശു ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ നിന്നുകൊണ്ട് അവൻ്റെ എല്ലാ കുറവുകളും ഏറ്റു പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, രക്ഷ അനുഭവിക്കുവാൻ കഴിയും. ഏത് കുടുംബത്തിലുള്ളത് ആ വ്യക്തിയാണെന്നോ, എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നോ, ഏത് പദവിയിലിരിക്കുന്ന വ്യക്തിയാണെന്നോ, എത്ര വലിയ സമ്പന്നനാണെന്നോ, ഏത് മതവിഭാഗത്തിലുള്ളവനാണെന്നോ എന്നുള്ളതൊന്നും ദൈവം നോക്കുന്നില്ല. മനുഷ്യത്വം, ആ ഒരു ദൈവീയമായ ഒരു പരിഗണന ആണ് ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മ ഒന്ന് പരിശോധിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആരെയും ഞാനധികം കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ, കർത്താവേ, ഈ പ്രിയപ്പെട്ടവൻ്റെ ജീവിതാനുഭവം ഞാൻ കേട്ടു. എൻ്റെ ജീവിതം എത്ര ധന്യമായ ഒരു ജീവിതമാണ്. എനിക്ക് 2 കാല്, കയ്യ്, ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും എനിക്ക് അങ്ങ് തന്നിട്ടുണ്ടല്ലോ. ഞാൻ ഏതെല്ലാം പാപപ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൈകാലുകളെ ഞാൻ ഉപയോഗിക്കുന്നത്. സ്തോത്രം. ഈ പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിലുടനീളം കൂടെ ഇരുന്ന് ഇന്നയോളം വഴി നടത്തിയ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാസ്നേഹം, വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളെയും തേടി വന്നിരിക്കുന്നു, നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കും. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ റോയ് ജോർജ് അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ശുദ്ധ പകലിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരും. അപ്പാ, ഇന്ന് വരെ ഞങ്ങൾ നടത്തിയ എല്ലാ ദൈവകൃതിക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഈ സന്ധ്യ എടുക്കുന്ന സമയം ആരുമേന്റെ കർത്താവ് TV ചാനലിലൂടെ ജനത്തോട് സംസാരിക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്ക് നന്ദി പറയുന്നു. ആരോമ TV ചാനലിനായി സ്തോത്രം ചെയ്തു. നിങ്ങളുടെ ദാസനും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്തു. നിങ്ങളുടെ ദാസനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന എല്ലാ ആത്മീക പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ വിടുതലിന് വേണ്ടി നിങ്ങളുടെ ദാസനെ ഈ ചാനലിലൂടെ അത് കർത്താവ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പച്ച. പ്രതിയാൽ ഈ സമയം ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപിതാവേ, ദൈവഹിതമല്ലാത്ത വഴികളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്ന്, ദൈവഹിതമല്ലാത്ത എല്ലാ പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങളുടെ ദുർനടപ്പ് നിമിത്തം മാതാപിതാക്കൾ നിരാശയോടെ ആയിരിക്കുമ്പോൾ ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ആ തലമുറയുടെ മേൽ വെളിപ്പെട്ട് അവരെ മടക്കി വരുത്തേണ്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോധിച്ച വഴിയെ പോകാൻ അവസരം ഉണ്ടെങ്കിലും പിതാവേ, മടങ്ങി വന്ന ദൈവിക വഴിയിലൂടെ, അനുസരണത്തിനു പാതയിലൂടെ ശക്തിയോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ യൗവനക്കാരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. രോഗികളായി ഭാരപ്പെടുന്നവർക്കായി സ്തോത്രം. എത്ര മാരകമായ രോഗമാണെങ്കിലും പിതാവേ, ഇന്ന് സമയം, ഈ നിമിഷം അങ്ങയുടെ വചനത്തിന് ശക്തി വ്യാപരിച്ച ആ രോഗാത്മാവ് ജനത്തെ വിട്ടുമാറട്ടെ. അവരുടെ കടഭാരങ്ങൾ അവരെ വിട്ടുമാറട്ടെ. അവരുടെ നിരാശകൾ അവരെ വിട്ടുമാറട്ടെ. കുടുംബങ്ങളിൽ ദൈവിക സമാധാനം ഇന്ന് ഈ സമയം വെളിപ്പെടുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ആരെങ്കിലും നിരാശയോടെ ആയിരിക്കുമെങ്കിൽ പിതാവേ, ഞങ്ങളുടെ വചനത്തിന് ശക്തി വ്യാപിച്ച് അവരെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അനേകർ നിത്യജീവൻ പ്രാപിക്കാൻ തക്കണം കർത്താവ് കൃപ ചെയ്യണം. മഹത്വത്തിന് വേണ്ടി കർത്താവ് എല്ലാം ചെയ്യണമേ. ഈ TV പ്രോഗ്രാമിനെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിലൂടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന, കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നിത്യജീവന്റെ അവകാശങ്ങളായി തീരുവാൻ സ്വർഗത്തിലെ കൃപ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിത്യ നരകത്തവരെ വലിച്ചെടുത്ത് നിത്യ സ്വർഗരാജ്യത്തിലേക്ക് തമ്പുരാന്റെ വചനത്തിന് ശക്തി അവരെ കൊണ്ടെത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ നിരാശകളിൽ നിന്ന് വിടുവിക്കണം. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കണം. വിട്ടുമാറാത്ത രോഗത്തെ ശാസിക്കണം. അത്ഭുതം ദൈവം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. മഹത്വത്തിന് വേണ്ടി കർത്താവെല്ലാം ചെയ്യണം.
പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ റോയി ജോർജ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യങ്ങളെ വഹിപ്പാൻ സ്വർഗ്ഗ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നു എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.